ഹായ് ഹലോ മക്കളെ. മിസ്സിന്റെ മക്കളെ എല്ലാവരും നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് അല്ലെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മോഡൽ എക്സാം? കുറച്ച് ഒരു ചെറിയൊരു പണിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മിസ് അറിഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ തേടാ മിസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ? മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫൈനൽ എക്സാമിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ മോഡൽ എക്സാമിന്റെ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ വേഗം ഇനി അടുത്തൊന്നും മിസ് അധികം ഒന്നും പറയണ്ടല്ലോ അല്ലെ. നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദേ വരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതായിരുന്നു മക്കളെ, നോക്കാടാ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 0, 0, 10, 0, 0, 4. ഓക്കെ, 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിച്ചത് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? എങ്ങനെയാണ് നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക മക്കളെ? നമുക്കറിയാലോടാ, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ passing through the point xy with center hk and radius r എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്തായിരുന്നുടാ? ഇക്വേഷൻ എന്താ? x minus h the whole square plus എന്താണ്? y minus k the whole square is equal to r square. ഇതായിരുന്നു എന്തെന്ന് പറയുന്ന മക്കളെ? എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. ഇവിടെ എച്ചും കെയും എന്ന് പറയുന്നത് എന്താണ്? ആ സർക്കിളിന്റെ സെന്റർ ആണ്. ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സർക്കിള് 3 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 0, 0യിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും എന്നുള്ളത് നമുക്ക് എഴുതാം അല്ലെ. ഇപ്പൊ 0, 0 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് വൈക്ക് പകരം എന്ത് വരും? 0യും 0യും വരും. ഓക്കെ, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും എന്നുള്ളത് നമുക്കൊന്ന് എഴുതാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒന്ന് മിസ് സൈഡിൽ ഒന്ന് എഴുതിയിടാം. എന്തായിരുന്നു? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus k the whole square is equal to r square. ഇതിലാണ് നമ്മൾ ഓരോ പോയിന്റ്സിന്റെ കാര്യവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് മിസ് എടുക്കുന്നത് നമ്മുടെ 0, 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരാന്നുള്ളത് നോക്കാം. അപ്പൊ 0, 0 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. സോ എക്സ് becomes 0, 0 minus h the whole square plus 0 minus k the whole square is equal to ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? 0 ആണ് അല്ലെ. 0 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എച്ച് സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. സ്ക്വയർ വരുമ്പോൾ മൈനസ് പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ എച്ച് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് അടുത്തത് എന്താണ്? കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇതിനെ മിസ് ഇക്വേഷൻ 1 ആയിട്ട് വിളിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എടുത്തത് ഏതാണ്? 0, 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഏതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്? 10, 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ എക്സിന് പകരം 10ഉം വൈക്ക് പകരം നമ്മൾ 0യും കൊടുക്കുന്നു. അപ്പൊ കൊടുത്തോളൂ, നമുക്ക് എന്താ വരിക? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 10 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? 10 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ മിസ് ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. വീണ്ടും നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നോക്കുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാടാ? 0, 4 എന്ന് പറയുന്ന പോയിന്റ് ആണ് അല്ലെ. ഇപ്പൊ 0, 4 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്താകും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എന്ത് വരും? 0 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് വരും? 4 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? h square plus 4 minus k the whole square is equal to r square എന്ന് എഴുതാം. ഇതിനെ മിസ് ഇക്വേഷൻ 3 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു ഇത്. സെക്കൻഡ് പോയിന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇതായിരുന്നു. ആൻഡ് തേർഡ് പോയിന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇതായിരുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ഈ 3 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയൂടാ? സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? എച്ചും വേണം, കെയും വേണം, ആറും വേണം. ഇവരെ 3 പേരെ നമുക്ക് കണ്ടുപിടിക്കണം. ഈ 3 പേരെയും കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് ആണ് 1, 2, 3. ഇനി ഈ 3 ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ മക്കളെ നമുക്ക് കാണാം എന്താടാ? ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്ന് പറയുന്നത് 3ന്റെയും എന്താണ്? ആർ സ്ക്വയർ തന്നെയാണ്. അപ്പൊ RHS 3 പേരുടെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് LHSനെ തമ്മിൽ എന്ത് ചെയ്യാടാ?
ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ? അപ്പൊ മിസ് ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് അറിയൂടാ, ഇക്വേഷൻ 1 എടുക്കുന്നു, ഇക്വേഷൻ 2 എടുക്കുന്നു. ഈ രണ്ടിന്റെയും എന്താണ് RHS ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, LHSനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് മിസ് എഴുതി കാണിക്കാം കേട്ടോ. അപ്പൊ എന്ത് വരും, ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്താ കിട്ടുക, നമ്മൾ LHSനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. h² plus k² is equal to 10 minus h the whole square plus k² നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും k² ഉണ്ട്. സോ ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കട്ട് ചെയ്യാം അല്ലെ, ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ മിസ് ഇതേ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, h² is equal to 10 minus h the whole square എന്ന് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ അതിനൊന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലെ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ് എന്നുള്ളത് നമുക്കറിയാലോ. എങ്ങനെ നമുക്ക് എഴുതാം, a² മൈനസ് 2ab പ്ലസ് b². അത് വെച്ചതേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ 10² മൈനസ് 2 ഇൻറ്റു ab എന്ത് വരും, 20h എന്ന് വരും, പ്ലസ് b² അല്ലെ. അതായത് ഇവിടെ എന്താ വരിക, h² നമുക്ക് കിട്ടും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്, h² ഉണ്ട്. ഈ ഒരു h²നെയും ഈ ഒരു h²നെയും മിസ്സിന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് വേണ്ടത് ആരെയാണ്, h-നെയാണ് അല്ലെ. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു 20h-നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു -20h ആയിരുന്നു നമ്മുടെ റൈറ്റ് സൈഡിൽ ഉണ്ടായത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് +20h ആയിട്ട് മാറും. സോ 20h is equal to 10² എന്ന് നമുക്ക് കിട്ടും അല്ലെ. ദാറ്റ് മീൻസ് 100 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് h is equal to 100 divided by 20 that's equal to നമുക്ക് എത്ര കിട്ടൂടാ, 5 എന്ന് കിട്ടും. അപ്പൊ h-ന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ h-ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയൂടാ, k-യുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ h-ന്റെ വാല്യൂ മിസ് ഇവിടെ എഴുതി വെക്കാണ്, h is equal to 5 എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് വേണം, k-യുടെ വാല്യൂ വേണം അല്ലെ. അപ്പൊ k-യുടെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഇക്വേഷൻ 2-നെയും അല്ലെ ഇക്വേഷൻ 1-നെയും ഇക്വേഷൻ 3-നെയും കൺസിഡർ ചെയ്യാണ്. ഇക്വേഷൻ 1 and 3 നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഏതായിരുന്നു, ഈ ഒരു ഇക്വേഷൻ, ആൻഡ് ഇക്വേഷൻ 3 എന്ന് പറയുന്ന ഏതായിരുന്നു, ഈ ഒരു ഇക്വേഷൻ. ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇതിന്റെ രണ്ടിനെയും RHS ഈക്വൽ ആണ്. LHSനെ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, h² plus k² is equal to h² plus 4 minus k the whole square നമുക്ക് കിട്ടും. h² ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പൊ k² is equal to 4 minus k the whole square ആണ് അല്ലെ. അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, മിസ് നേരത്തെ പറഞ്ഞ പോലെ a minus b the whole square വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടാടാ, 4² minus 8k plus k² എന്ന് കിട്ടും. k²നെയും k² മിസ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. നമുക്ക് k-യുടെ വാല്യൂ ആണ് വേണ്ടത്. സോ -8k-നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 8k is equal to 4² that means 16 എന്ന് നമുക്ക് കിട്ടുന്നു. ഇവിടെ നിന്ന് നമുക്ക് k-യുടെ വാല്യൂ എന്ത് എഴുതാം, 16 divided by 8 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര വരൂടാ, 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ k-യുടെ വാല്യൂ നമുക്ക് കിട്ടി മക്കളെ, എന്താണ്, 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ആരെ കൂടി വേണോടാ, നമുക്കപ്പോൾ സർക്കിളിന്റെ സെന്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് കൂടി 6 കൂടി വേണം അല്ലെ. 6 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ് മക്കളെ ചെയ്യാൻ പറ്റുക, ഫ്രം ഇക്വേഷൻ 1 ഓക്കേടാ. ഇക്വേഷൻ 1-ൽ നമ്മൾ കാണുന്നുണ്ട് h² k² കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും, r² കിട്ടും. അപ്പൊ നമുക്ക് h അറിയാം, k അറിയാം, അങ്ങനെയാണെങ്കിൽ r കണ്ടുപിടിച്ചുകൂടെ, കണ്ടുപിടിക്കാം. അപ്പൊ വേഗം നമ്മൾ ചെയ്തോളൂ. ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്ത് കിട്ടും, h² plus k² is r². h എന്ന് പറയുന്നത് 5 ആണ്. സോ 5² plus k എന്ന് പറയുന്നത് 2 ആണ്. സോ 2² is equal to r² നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് 5² നമുക്കറിയാം എത്രയാണ്, 25 ആണ്. ആൻഡ് 2² is 4. This is equal to r². So we get r² is equal to 25 plus 4 that's equal to 29 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ r-ന്റെ സ്ക്വയർ നമുക്ക് 29 കിട്ടി. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതിക്കൂടെ, നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതിക്കൂടെ. എങ്ങനെയാണ് സർക്കിളിന്റെ ഇക്വേഷൻ വരിക, മിസ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പൊ എന്താണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ, നമുക്ക് h അറിയാം, k അറിയാം, r അറിയാമെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാടാ, x മൈനസ് h എന്ന് പറയുന്നത് എത്രയായിരുന്നു, 5 ആയിരുന്നു. x മൈനസ് 5 the whole square plus y മൈനസ് k എന്താണ്, 2 ആണ്. അപ്പൊ y മൈനസ് 2 the whole square is equal to r². എത്രയാണ്, 29 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഏതാണ് മക്കളെ,
ഇതാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എങ്കിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ മിസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. ലെറ്റ് എ ബി ആർ ടു ഇവന്റ്സ്. ഓക്കെ, എയും ബിയും രണ്ട് ഇവന്റ്സ് ആണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, നമുക്ക് പി ഓഫ് എ കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, ആൻഡ് പി ഓഫ് എ യൂണിയൻ ബിയും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ പി ഓഫ് എയും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ മക്കളെ. ഇവിടെ ഇന്റർസെക്ഷൻ ആണ് കേട്ടോ, ഇന്റർസെക്ഷൻ ആണ്. മിസ് ഒന്നും കൂടി എഴുതാം കേട്ടോ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹെൻസ് ഇവാലുവേറ്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് കേട്ടോ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, അത് ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും എ ഇന്റർസെക്ഷൻ ബി ഒക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സബ് പാർട്ട് അല്ലെ, നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ മിസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. പി ഓഫ് എ എങ്ങനെയാണ് നമ്മൾ പി ഓഫ് എ കണ്ടുപിടിക്കുന്നത്? മക്കളെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ടടാ? പി ഓഫ് എ കോംപ്ലിമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, എന്ത് ചെയ്താൽ മതി? 1ൽ നിന്ന് പി ഓഫ് എ കോംപ്ലിമെന്റിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പി ഓഫ് എ ആയി. അത് വേഗം ചെയ്യാണ്. 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.46 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളത് അപ്ലൈ ചെയ്യുന്നു, 0.46 കൊടുക്കുന്നു. സോ ദ ആൻസർ ഇസ് 0.54 എന്ന് നമുക്ക് കിട്ടും. പി ഓഫ് എയുടെ വാല്യൂ എന്താണ്? 0.54 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താടാ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് പാർട്ടിൽ തന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലെ. എന്തറിയാം? പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണിത് അല്ലെ. പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആരെയാണ് വേണ്ടത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെയാണ് വേണ്ടത്. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ മിസ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, പി ഓഫ് എ യൂണിയൻ ബിനെ മിസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ. ഇവിടെ മൈനസ് ആയിരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി അല്ലെ. എ യൂണിയൻ ബി, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരുന്നു. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആവും, നെഗറ്റീവ് ആയിട്ട് മാറും. ഇനി പി ഓഫ് എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേടാ? എത്രയാണ്? 0.54 ആണ്. ആൻഡ് പി ഓഫ് ബിയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.69. ആൻഡ് പി ഓഫ് എ യൂണിയൻ ബിയും തന്നിട്ടുണ്ട് 0.88 എന്ന്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. 0.69, അടുത്തത് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 0.88 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളെ നമുക്ക് ആൻസർ എത്രയാ വരുന്നത് അറിയാടാ? 0.35 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടിയടാ? 0.35 ആണെന്ന് കിട്ടി. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവാലുവേറ്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പി ഓഫ് എ മൈനസ് എ ഇന്റർസെക്ഷൻ ബിനോട് ഈക്വൽ ആണ് അല്ലെ. എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിനെ മൈനസ് ചെയ്ത് കഴിയുന്നതും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ചെയ്യുന്നതും എന്താണ്? സെയിം ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാട്ടാ. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും പി ഓഫ് എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുകടാ? പി ഓഫ് എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഇനി പി ഓഫ് എ നമുക്കറിയാം 0.54 ആണ്. ആൻഡ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് നമുക്കറിയാം? 0.35 ആണെന്ന് അറിയാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.19 എന്ന് നമുക്ക് കിട്ടും. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0.19 ആണെന്ന് കിട്ടി. ഇതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം തന്നെ മൂവ് ചെയ്യാണ്. സോ നോക്കിക്കോ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to sin x
യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മളോട് സൈൻ എക്സിന്റെ എന്താണ് ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ ഒരു എന്താണ് പ്രിൻസിപ്പിൾ വെച്ച് തന്നെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് തന്നെ ചെയ്യണം, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ മിസ് ഇവിടെ കാണിക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് dy/dx is equal to നമ്മൾ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് h tends to 0 f of x plus h minus f of x ഡിവൈഡഡ് ബൈ എച്ച് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്, സൈൻ എക്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എടാ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ആയിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക, ലിമിറ്റ് h tends to 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്, സൈൻ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ എച്ച് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കിയടാ, ഇതെന്താണ്, സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ്. ഇത് ഏത് ഫോമില വന്നിരിക്കുന്നത്, സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്ന ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. എന്താണ് സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത്, നമുക്കറിയാം എന്താണ്, 2 ഇൻറ്റു ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ, സൈൻ എ ഇൻറ്റു സൈൻ ബി, സോറി സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത് എന്താടാ, 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇനി അടുത്തത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് അല്ലെ, ഇവിടെ എക്ക് പകരം എക്സ് പ്ലസ് എച്ചും ബിക്ക് പകരം എക്സും ആണ് വന്നിരിക്കുന്നത്. സോ കോസ് എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, നമ്മുടെ എച്ച് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതേ മിസ് എഴുതാണ്, ഇതിനൊന്നും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ടോ, സൈൻ എച്ച് ടെൻസ് ടു 0 2 ഇൻറ്റു ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 2x എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 2x പ്ലസ് എച്ച് നമുക്ക് ഇതിനെ എഴുതാം അല്ലെ, 2x പ്ലസ് എച്ച്. അപ്പൊ കോസ് 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ, ഇവിടെ എന്ത് സംഭവിക്കൂടാ, ഒരു എക്സ് മൈനസും ഒരെണ്ണം പ്ലസും ആണ് അല്ലെ. അപ്പൊ അവരെ തമ്മിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ബാക്കി ഇവിടെ h/2 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ സൈൻ h/2 ഡിവൈഡഡ് ബൈ എച്ച് എന്ന നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഈ 2നെ ദമിസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, 2xനും എച്ചിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ 2xന് കൊടുക്കുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് അവിടെ എക്സ് മാത്രമായിട്ട് മാറും, എച്ചിന് കൊടുക്കുമ്പോൾ അവിടെ h/2 ആയിട്ട് മാറും. പിന്നെ ഒരു കാര്യം കൂടി മിസ് ഇവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു 2 ഉണ്ടല്ലേ, ഈ 2നെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് മിസ് ഇവിടെ എച്ചിന് പകരം 2 ഇൻറ്റു h/2 എന്ന് കൊടുക്കുന്നു. 2വിന് ഇവിടെ മൾട്ടിപ്ലൈയും ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് വലിയ മാറ്റമൊന്നും വരത്തില്ല അല്ലെ. 2നെ മൾട്ടിപ്ലൈയും ചെയ്യുന്നു, 2നെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാണ്. അപ്പൊ ദേ മിസ് ഒന്ന് എഴുതുകയാണ്, എഴുതി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും, നോക്കിക്കോളൂ. ലിമിറ്റ് h tends to 0 2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് h/2 ഇൻറ്റു സൈൻ h/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു h/2 നമുക്ക് കിട്ടും. 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ നമുക്ക് എങ്ങനെ എഴുതാടാ, ലിമിറ്റ് h tends to 0 കോസ് ഓഫ് എക്സ് പ്ലസ് h/2 ഇൻറ്റു സൈൻ ഓഫ് h/2 ഡിവൈഡഡ് ബൈ h/2. അതായത് ആ h/2നെ മിസ് സൈൻ്റെ ഭാഗത്തേക്ക് മാത്രം ഇട്ടെന്ന് എഴുതുകയാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് താഴെ വരുന്ന ഡിനോമിനേറ്ററിനെ എവിടെ വേണമെങ്കിലും കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സൈൻ്റെ താഴെയായിട്ട് മിസ് h/2നെ കൊടുക്കുകയാണ്, നമ്മൾ ഒരു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലിമിറ്റിനെ 2 ടേമിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്, കോസിനും കൊടുക്കുന്നു സൈനും കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ലിമിറ്റ് h tends to 0 cos of x plus h/2 into limit h tends to 0 sin of h/2 divided by h/2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയടാ, നമ്മൾ എച്ചിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്, എച്ചിന് 0 എന്ന് നമ്മൾ കൊടുക്കുന്നു. എച്ചിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ h/2 എന്തായിട്ട് മാറൂടാ, 0 ആയിട്ട് മാറും. ബാക്കി ഇവിടെ എന്ത് വരും, ഒരു എക്സ് മാത്രം. അപ്പൊ കോസ് എക്സ് എന്ന നമ്മുടെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടും, കോസ് എക്സ് എന്ന ഫസ്റ്റ് ടേം കിട്ടി. ഇനി അടുത്ത ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കി, സൈൻ h/2 ബൈ h/2, സൈൻ എക്സ് ബൈ എക്സ്, ആ ഒരു ഫോമുലയിൽ ഇത് കിടക്കുന്നത്. സൈൻ്റെ കൂടെ ആരാണോ വന്നിരിക്കുന്നത് അയാൾ തന്നെയാണ് താഴെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ്
എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ് മക്കളെ? 1 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എക്സിന് പകരം എന്ത് വന്നു? ഇവിടെ h/2 എന്ന് വന്നേ ഉള്ളൂ. ഇവിടെ h/2 എന്ന് എഴുതി കഴിഞ്ഞാലും പ്രശ്നമുണ്ടോ? h 0ലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ h/2 0ലേക്ക് തന്നെ ടെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഇതിന്റെ വാല്യൂ വരാടാ? 1 എന്ന് നമുക്ക് കിട്ടാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ cos x into 1 is equal to നമുക്ക് എന്താണെന്ന് കിട്ടി മക്കളെ? cos x എന്ന് കിട്ടി. സോ നമ്മൾ എന്താ ഇപ്പൊ കണ്ടുപിടിച്ചത്? നമ്മുടെ ഡെറിവേറ്റീവ് ആണ്. ആരുടെ ഡെറിവേറ്റീവ്? നമ്മുടെ സൈനിന്റെ ഡെറിവേറ്റീവ്. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ യൂസ് ചെയ്തിട്ട് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഒരു എക്സ്പാൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1/x² ദ ഹോൾ പവർ 10. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് which of the following is the sum of the coefficients in the above expansion. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു എക്സ്പാൻഷന്റെ സം ഓഫ് കോഎഫിഷ്യൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ കോഎഫിഷ്യൻസിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സ്പാൻഷൻ ഒക്കെ കണ്ടുപിടിച്ച് മൊത്തം ആഡ് ചെയ്യാനുള്ള പരിപാടിക്കൊന്നും പോവണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്നറിയോടാ? ഇവിടെ എക്സിന് 1 എന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? എക്സിന് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 1 സ്ക്വയർ പ്ലസ് 1/1² ദ ഹോൾ റേസ് ടു 10 നമുക്ക് കിട്ടും. 1 സ്ക്വയർ എന്താണ്? 1 ആണ്. 1/1 സ്ക്വയർ എന്താണ്? അതും 1 ആണ്. 1 + 1 ദ ഹോൾ പവർ 10 നമുക്ക് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 റേസ് ടു 10. എന്താണ് 2 റേസ് ടു 10? 1024 ആണ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ തേർഡ് ടേം ഓഫ് ദ അബവ് എക്സ്പാൻഷൻ. ഓക്കെ, ഈ തന്നിരിക്കുന്ന എക്സ്പാൻഷന്റെ തേർഡ് ടേമിനെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ച് നമ്മൾ 10c2 10c1 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതില്ലേ? അപ്പൊ അതുപോലെ അത് വേണമെങ്കിൽ എഴുതി നോക്കിയിട്ട് അതിലെ തേർഡ് ടേമിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ തേർഡ് ടേമിനെ കണ്ടുപിടിക്കാൻ. തേർഡ് ടേമിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത്രയും ചെയ്താൽ മതി. 10c2 x² ദ ഹോൾ പവർ 10 - 2 into 1/x² ദ ഹോൾ റേസ് ടു 2 എടുക്കുക അല്ലേ? നമ്മൾ എന്തെടുക്കുക? 3യിൽ നിന്ന് 1നെ മൈനസ് ചെയ്യുക. തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യുക? 2നെ കൊടുക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10c2 എന്ന് പറയുന്നത് നമുക്ക് 45 കിട്ടും. ഇൻറ്റു x² ദ ഹോൾ പവർ 10 - 2. 10 - 2 എന്താ? 8 ആണ്. അപ്പൊ x² ദ ഹോൾ പവർ 8 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു x റേസ് ടു 16 ആണ്. അടുത്തത് നോക്കിയേ, 1/x² ദ ഹോൾ സ്ക്വയർ ആണ്. 1/x² ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും? x റേസ് ടു 4 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 1/x റേസ് ടു 4 എന്ന് നമുക്ക് കിട്ടും. ഇനി നോക്കിയടാ, ഇവിടെ x റേസ് ടു 16 ഉണ്ട്, ഡിനോമിനേറ്ററിലെ x റേസ് ടു 4 ഉണ്ട് അല്ലെ? അതിനെ തമ്മിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 ഇൻറ്റു x റേസ് ടു 12 എന്ന നമ്മുടെ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ തേർഡ് ടേം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി മക്കളെ? 45 ഇൻറ്റു x റേസ് ടു 12 ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മീൻസ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് 2 പാർട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് രണ്ടും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് x പ്ലസ് I raised to 200 in a plus ib form. ഓക്കെ, I raised to 200നെ a plus ib എന്ന് പറയുന്ന ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം എന്താണ് I raised to 200 എന്ന് പറയുന്നതിനെ മിസ്സിനെ എങ്ങനെ എഴുതാടാ? 200 എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം 4 × 50 ആണെന്ന് അറിയാം അല്ലെ? 4 × 50 ആണ് 200. അപ്പൊ മിസ് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? I raised to 4 the whole power 50 എന്ന് എഴുതാലോടാ അല്ലെ? 4 × 5 50 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 200 കിട്ടുന്നുണ്ട്. I raised to 200 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I raised to 4 the whole power 50 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I raised to 4. എന്താണ് I raised to 4? നമുക്കറിയാം 1 ആണെന്ന് അറിയാം. അപ്പൊ 1 raised to 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 1ന്റെ ഏത് പവർ വന്നു കഴിഞ്ഞാലും ഫൈനൽ ആൻസർ എന്താണ് മക്കളെ? 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? I raised to 200 is equal to 1 എന്ന് നമുക്ക് ആൻസർ കിട്ടി കേട്ടോ. അപ്പൊ ചിലവർ ചെയ്തിരിക്കുന്നത് I² the whole raised to 100 വെച്ചിട്ടായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ വരും കേട്ടോ. 1 തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്.
4 + 3i എന്നാണ് Z1 പറയുന്നത് കേട്ടോ. നമ്മളോട് Z2 കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് നമ്മുടെ ഈ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Z2 കണ്ടുപിടിക്കണം. Z2 എന്താണെന്ന് തന്നിട്ടുണ്ട്, i × Z1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദേ Z2 ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. Z2 എന്ന് പറയുന്നത് എന്താടാ, i × Z1 ആണ്. Z1 നമുക്ക് അവർ തന്നിട്ടുണ്ട്, എത്രയാണ്, 4 + 3a ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക i വെച്ചിട്ട്. അപ്പൊ i × 4 എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും, 4i എന്ന് വരും, പ്ലസ് i × 3i എന്ന് പറയുന്നത് എന്തായിട്ട് മാറൂടാ, 3 × i² എന്നായിട്ട് മാറും അല്ലെ. i × i എന്തായിട്ട് മാറും, i² ആയിട്ട് മാറും. അപ്പൊ 3 × i² നമുക്ക് കിട്ടും. ഇനി i² എന്ന് പറയുന്നത് എന്താണ്, -1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 4i - 3 എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 3 - 3 + 4i എന്ന് നമുക്ക് കിട്ടും. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതാടാ, ഇങ്ങനെ ഒന്നും കൂടി എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് a + ib ഫോമിൽ എഴുതാനാണ്. അപ്പൊ അതുകൊണ്ടാണ് മിസ് എന്ത് ചെയ്തത്, ആ ഒരു ഫോമിലേക്ക് ഇതിനൊന്ന് മാറ്റി എഴുതി കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അപ്പൊ Z2 നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഡ്രോ ദ കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് മാർക്ക് Z1 ആൻഡ് Z2. Z1ഉം Z2ഉം നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ മാർക്ക് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ Z1 എന്ന് പറയുന്നത് എന്താടാ, Z1 എന്താണ്, നമുക്കറിയാം Z1 4 + 3i ആണ് അല്ലെ. അതായത് റിയൽ പാർട്ട് 4ഉം ഇമാജിനറി പാർട്ട് 3യുമാണ് നമുക്ക് വന്നിരിക്കുന്നത്. റിയൽ പാർട്ട് 4 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൽ എന്ത് വരണം മക്കളെ, 4 വരണം. ആൻഡ് വൈ ആക്സിസിൽ y കോർഡിനേറ്റ് ആണ് നമ്മുടെ ഇമാജിനറി കോർഡിനേറ്റ് അല്ലെ. ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത് അത് എത്ര വരും, 3 വരും. ഓക്കെ, Z1 4 3 ആണെന്നും ആൻഡ് Z2 എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ എങ്ങനെ എഴുതാം, ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് -3 ആണ് ആൻഡ് ഇമാജിനറി പാർട്ട് 4 ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, -3 4 എന്ന് എഴുതാം. Z1ഉം കിട്ടി, നമുക്ക് Z2ഉം കിട്ടി. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ വരയ്ക്കുക. എന്താണ്, എക്സ് ആക്സിസ് വരയ്ക്കുന്നു, y ആക്സിസും എക്സ് ആക്സിസും മിസ് വരച്ചു അല്ലെ. ആദ്യം വരച്ചത് മിസ് y ആക്സിസ് ആണ്. ഓക്കെ, എക്സ് ആക്സിസും വരച്ചു, y ആക്സിസും വരച്ചു. അതിൽ മാർക്ക് ചെയ്യുക 1 2 3 4 നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ്സും മാർക്ക് ചെയ്യാണ്, -1 -2. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യണം കേട്ടോ മക്കളെ. മിസ് ഇവിടെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാണ് 1 2 3 4 മാർക്ക് ചെയ്തു. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, y ആക്സിസിലും 1 2 3 മാർക്ക് ചെയ്യുന്നു. 1 2 3 4 മാർക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, Z1നെ നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം. Z1 എന്ന് പറയുന്നത് എന്താടാ, 4 3 ആണ് നമുക്കറിയാം അല്ലെ. 4 3 ആണ്. ഓക്കെ, അപ്പൊ 4 ഇവിടെ എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 4ഉം y കോർഡിനേറ്റ് 3യുമാണ് അല്ലെ. 3യും ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏകദേശം ഇവിടെ വരും, ഇവിടെ വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഏത്, Z1 4 3 എന്ന് പറയുന്ന പോയിന്റ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ Z2 ആണ്. Z2 എന്ന് പറയുന്നത് എന്തായിരുന്നു ഇവിടെ, -3 4 എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ -3 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് കോർഡിനേറ്റ് -3 വരണം ആൻഡ് y കോർഡിനേറ്റിൽ എത്ര വരണം, 4 വരണം. ഇവരെ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ പോയിന്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നതാടാ, Z2 ഏതാണ്, -3 4 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ Z1നെ മാർക്ക് ചെയ്തു ആൻഡ് Z2വിനെയും മാർക്ക് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് മക്കളെ, അഞ്ചാമത്തെ അല്ലെ, 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ 6th ക്വസ്റ്റ്യനിൽ എന്താണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഫോൾസ്, തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.1 belongs to 0 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓപ്പൺ ഇന്റർവൽ 0 1. ഓപ്പൺ ഇന്റർവൽ 0 1 ഉള്ള ആളാണോ 0.1? ആണ്, നമുക്കറിയാം അല്ലെ. 0നേക്കാളും വലിയൊരു നമ്പർ ആണ് 0.1 ആൻഡ് 1നേക്കാളും ചെറിയൊരു നമ്പറുമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, 0.1 എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ ഇന്റർവെല്ലിലുള്ള ആളാണ്. അപ്പൊ അത് ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഫോൾസ് അല്ല. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ നോക്കിയടാ, 1 2 3 ഇസ് എ സബ്സെറ്റ് ഓഫ് 1 3. അത് നടക്കോ? 1 2 3 എന്ന് പറയുന്നത് 1 3 എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് ഇല്ല. കാരണം എന്താ, ഇവിടെ 2 ഒന്നും ഇല്ല അല്ലെ. നമ്മുടെ ഇത് സൂപ്പർ സെറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, കാരണം ഇവിടെ 2 ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, ബി ആണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അതുപോലെ നിങ്ങൾ സിയും ഡി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അതെല്ലാം എന്താണ്, ട്രൂ ആണ്. സോ ബി മാത്രമാണ് എന്തായിട്ടുള്ളതടാ, ഫോൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളോട് വെൻ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, സബ്സെറ്റ് ആയിട്ടുള്ള എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെൻ ഡയഗ്രാം വരക്കണം. ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ റെക്ടാങ്കിളിന്റെ അകത്ത് എഴുതും അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എക്കും ബിക്കും
കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ വെൻ ഡയഗ്രം നമ്മൾ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നോക്കിയടാ, എ എന്ന് പറയുന്നത് എന്താണ്? 1 3 4 6 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? 2 3 5 6 8 ആണ്. ഇവരിൽ കോമൺ ആയിട്ട് ആരൊക്കെയാ ഉള്ളത്? ആരൊക്കെയുണ്ട്? 3 ഇവിടെയും ഉണ്ട്, 3 ഇവിടെയും ഉണ്ട്, 6 ഇവിടെയും ഉണ്ട്, 6 ഇവിടെയും ഉണ്ട് അല്ലെ. അപ്പൊ ഇവർക്ക് കോമൺ ആയിട്ട് ഉള്ള ആൾക്കാരാണ് 3യും 6 കേട്ടോ. അപ്പൊ നമ്മൾ അതൊന്ന് എഴുതി വെക്കുക. 3യും 6ഉം എന്താണ്? കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന എന്താണ് നമ്മുടെ സെറ്റിനെ നമ്മൾ വരയ്ക്കുന്നു, ബി എന്ന് പറയുന്ന സെറ്റിനെ വരയ്ക്കുന്നു അല്ലെ. സർക്കിൾസ് ആയിട്ടാണ് നമ്മൾ സെറ്റ് വരയ്ക്കുക. യൂണിവേഴ്സൽ സെറ്റ് യുവിനെ മിസ് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കുറച്ചുകൂടി വലുതാക്കി മിസ് വരയ്ക്കുക കേട്ടോ. ഓക്കെ, കോമൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അയാളെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് എഴുതണം. അപ്പൊ ഏതൊക്കെയാണ്? 3യും 6ഉം ആണ് അല്ലെ. അപ്പൊ 3നെയും 6നെയും മിസ് ഇവിടെ എഴുതി. ഇനി എയിൽ മാത്രം വരുന്ന ബാക്കി ആൾക്കാരാരാ? 1 ഉണ്ട് 4 ഉണ്ട് അല്ലെ. എയിൽ മാത്രമായിട്ട് എ ഇതാണ്, ബി ഇതാണ് കേട്ടോ. എയിൽ നമ്മൾ എന്തിനെ മാർക്ക് ചെയ്തു? 1നെയും 4നെയും മാർക്ക് ചെയ്തു. ഇനി ബിയിലുള്ളത് ആരൊക്കെയാണ്? 2 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, 8 ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എഴുതുക 2 5 8 എന്ന് നമുക്ക് കിട്ടും. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയോ? ഇല്ല. ഈ എയിലും ബിയിലും ഇല്ലാത്ത ഒരാൾ കൂടി നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട്. ആരാണ് നോക്കിയടാ? 7 ഉണ്ട്. 7 എന്ന് പറയുന്നത് എയിലും ഇല്ല, ബിയിലും ഇല്ല. അപ്പൊ അയാളെ നമ്മൾ എവിടെ കൊടുക്കണം? നമ്മുടെ റെക്ടാങ്കിളിന്റെ അകത്തായിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ വെൻ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ മക്കളെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം. എന്നാലേ നമുക്ക് മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാടാ. നോക്കിക്കോളൂ. കൺസിഡർ ദ ലൈൻ L1 whose equation is x plus 3y equal to 6. Draw the line L1 in Cartesian plane. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ലൈനിനെ നമുക്ക് വരയ്ക്കണം. ഈ ലൈനിനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, x plus 3y equal to 6. ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് നമുക്ക് 2 പോയിന്റ്സ് എങ്കിലും നമുക്ക് കിട്ടണം അല്ലെ. ഈ 2 പോയിന്റ്സിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഈ ഇക്വേഷനിൽ മിസ് എന്ത് ചെയ്യാണെന്നറിയോ? എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാ? 3y is equal to 6 എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് y എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം മക്കളെ? 6/3 that is 2 ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു പോയിന്റ് കിട്ടി. നമ്മുടെ ലൈനിലുള്ള ഒരു പോയിന്റ് കിട്ടി. ഏതാണ്? x കോർഡിനേറ്റ് 0യും y കോർഡിനേറ്റ് 2ഉം ആയിട്ടുള്ള ഒരു എന്താണ്? ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത പോയിന്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈക്ക് 0 കൊടുക്കുന്നു കേട്ടോ. വൈക്ക് മിസ് 0 കൊടുക്കുന്നു. അപ്പൊ വൈക്ക് 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 6 എന്ന് കിട്ടും അല്ലെ. ഇവിടെ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം പോയി. ബാക്കി നമുക്ക് എന്താ കിട്ടുക? x ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പോയിന്റ് ഏതാടാ? എക്സ് കോർഡിനേറ്റ് 6ഉം y കോർഡിനേറ്റ് 0യും ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടി. 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മുടെ ലൈൻ നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. എങ്ങനെയാണ്? നമ്മൾ y ആക്സിസും വരയ്ക്കുന്നു, x ആക്സിസും വരയ്ക്കുന്നു. ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു 1 2 3 4 5 6നെ മിസ് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യുന്നു 1 2 3 4 നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് ലൈൻ എങ്ങനെയാണ് വരുന്നത് നോക്കിയടാ. പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 2ഉം 6 0യും നമുക്ക് മാർക്ക് ചെയ്യണം അല്ലെ. 0 2 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താടാ? 0 ആണ്. ആൻഡ് y കോർഡിനേറ്റ് 2 ആണ്. അപ്പൊ അത് എവിടെ വരും? ഇവിടെ വരും. ഇതാണ് നമ്മുടെ 0 2 എന്ന് പറയുന്ന പോയിന്റ്. ഇനി അടുത്ത ഏതാണ്? 6 0 ആണ്. അപ്പൊ എക്സ് ആക്സിസിൽ 6ഉം വരണം, y ആക്സിസിൽ 0യും വരണം. അപ്പൊ നമ്മുടെ പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് ആണ് അല്ലെ. ഇത് 6 0. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവരെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തായി? നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്ന x plus 3y equal to 6 എന്ന് പറയുന്ന ലൈനായി. ഇങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഈ ലൈനിന് L1 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് നമ്മൾ മറ്റൊരു L2 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുകയാണ്. അത് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ L2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ L2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം L1ന് പാരലൽ ആയിട്ടാണ് L2 നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ 2 പേരുടെയും സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന നമ്മുടെ L1 എന്ന് പറയുന്ന ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? x plus 3y equal to 6 എന്ന് പറയുന്നതാണ് നമ്മുടെ L1. ഇവിടെ നിന്ന് നമുക്ക് 3y is equal to എന്ത് എഴുതാം? -x plus 6 എന്ന് എഴുതാം.
y ഈക്വൽ ടു എന്തെഴുതാം -1/3x+2 എന്ന് എഴുതാം അല്ലെ. 3നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പൊ അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടി. ഇനി എക്സിന്റെ കൂടെ വരുന്ന ആളെയാണ് നമ്മൾ എം അല്ലെ, നമ്മുടെ സ്ലോപ്പ് എന്ന് വിളിച്ചത്. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എം എന്ന് പറയുന്നത് -1/3 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ L2ന്റെ എന്താണ് വേണ്ടത് മക്കളെ? L2ന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ L2 എന്ന് പറയുന്ന ആളും എന്ത് തന്നെയായിരിക്കും? സ്ലോപ്പ് -1/3 ഉള്ള ആള് തന്നെയായിരിക്കും. ആൻഡ് അത് ഒറിജിനിലൂടെ കടന്നു പോകുന്ന 0, 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ആണ്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to -1/3x എന്ന് എഴുതാം. കാരണം എന്തുകൊണ്ടാണ്? 0, 0 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/3 ആണ്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷനെ y is equal to -1/3x. ഇനി ഇതിനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി മിസ് ഇതിന് എന്ത് ചെയ്യുകയാണെന്നറിയോ? ഒന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3y is equal to -x എന്ന് കിട്ടും. ഇതിനൊന്നും കൂടി നമ്മളത് എക്സിന് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് x + 3y is equal to 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ L2 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയ മക്കളെ? x + 3y = 0 ആണ് എന്ന് നമുക്ക് കിട്ടി കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എഴുതി, സെക്കൻഡ് ക്വസ്റ്റ്യന്റെയും ആൻസർ നമ്മൾ എഴുതി. ഇനി തേർഡ് വണ്ണിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. L1 എന്ന് പറയുന്ന ലൈനും നമുക്ക് കിട്ടി, L2 എന്ന് പറയുന്ന ലൈനും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോടാ? ഇവരെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുക കേട്ടോ. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മിസ് എഴുതാണ്. L1 നമുക്ക് എങ്ങനെ എഴുതാം? x + 3y - 6 is equal to 0 എന്ന് പറയുന്ന രീതിയിൽ എഴുതാം അല്ലെ. ഇതിനെ ഓക്കെ, x + 3y = 6 ഇതായിരുന്നു നമ്മുടെ L1. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ 6നെ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ടേമിനെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, റൈറ്റ് സൈഡിനെ 0 ആക്കി വെക്കുന്നു. അങ്ങനെ ഒരു ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? L1 എഴുതുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണെന്ന് അറിയോടാം? L2നെ എഴുതാണ്. L2നെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x + 3y + 0 is equal to 0 എന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ L1ഉം കിട്ടി, നമുക്ക് L2ഉം കിട്ടി. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാലോ. C1 - C2 ഡിവൈഡഡ് ബൈ √a² + b². ഇവിടെ C1 ഉം C2 എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ്. ഏതൊക്കെയാണ്? -6ഉം 0ഉം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -6 - 0 ഡിവൈഡഡ് ബൈ √1² + 3². 1ഉം 3ഉം എന്താണ്? നമ്മുടെ എക്സിന്റെയും വൈയുടെയും എന്താണ്? കോഎഫിഷ്യൻസ് ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 6/√10 എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. 6/√10 എന്ന് നമ്മുടെ ഡിസ്റ്റൻസ് കിട്ടും. L1ഉം L2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 6/√10 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ നമ്മുടെ 8th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 8th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താടാ? A point P is at a distance of 3, 4, 5 units from XY, YZ, XZ planes respectively. Then the coordinates of P is. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? P യുടെ കോർഡിനേറ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കി നമുക്ക് തന്നിരിക്കുന്നത് എന്താടാ? P എന്ന് പറയുന്നത് XY എന്ന് പറയുന്ന നമ്മുടെ എന്താണ് പ്ലെയിനിലേക്ക് ഉള്ള ഡിസ്റ്റൻസ്, പിയിൽ നിന്ന് XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് അതിന്റെ മീനിങ്? XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതെന്താ? നമ്മുടെ Z കോർഡിനേറ്റ് ആണ്. Z കോർഡിനേറ്റ് ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്ന മക്കളെ? 3 എന്ന് തന്നിരിക്കുന്നത്. അതുപോലെ YZ എന്ന് പറയുമ്പോൾ എന്താണ്? X കോർഡിനേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. YZ-ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? X കോർഡിനേറ്റുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എത്രയാണ്? 4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ XZ എന്ന് പറയുമ്പോൾ എന്താ? 5 ഡിസ്റ്റൻസിലാണ് XZ-ലേക്കുള്ളത് എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ Y കോർഡിനേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ Y കോർഡിനേറ്റ് ആണ് എന്തെന്ന് പറയുന്നതാ? 5 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പോയിന്റ് എഴുതുക? X, Y, Z ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് എഴുതുക അല്ലെ. ഇവിടെ X എന്ന് പറയുന്ന ഏതാണ്? 4 ആണ്. Y എന്ന് പറയുന്ന ഏതാണ്? 5 ആണ്. ആൻഡ് Z എന്ന് പറയുന്ന ഏതാണ്? 3 ആണ്. അപ്പൊ നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ് ഏതാണ് മക്കളെ? 4, 5, 3 ആണ്. സോ ദ ഓപ്ഷൻ C ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? The 3 vertices of a parallelogram ABCD are A 1, 2, 3, B 4, 3, 3 and C 8, 7, 3. Find the coordinates of the vertex T. Okay, നമുക്കൊരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. മിസ് വരയ്ക്കാം പാരലലോഗ്രാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഒരു പാരലലോഗ്രാം ഉണ്ട്. അതിൽ A, B, C,
ഡി എന്ന് പറയുന്ന ഓരോ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1 2 3 ആണെന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 4 3 3 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സി എന്ന് പറയുന്നത് 8 7 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഡീനെ മിസ് എക്സ് വൈ സെഡ് എന്ന് എടുക്കാണെന്ന് വിചാരിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡീനെയാണ്. അപ്പൊ ഡീനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഇസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ എന്ത് ചെയ്യുക? 8 കൂടി 1 അല്ലെ, ഓരോ കോർഡിനേറ്റ്സിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എയുടെയും സിയുടെയും കോർഡിനേറ്റ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. എന്നിട്ട് ബിയുടെ കോർഡിനേറ്റിനെ മൈനസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പോൾ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സിയുടെ എക്സ് കോർഡിനേറ്റ് പ്ലസ് എയുടെ എക്സ് കോർഡിനേറ്റ് മൈനസ് ബിയുടെ എക്സ് കോർഡിനേറ്റ് നമ്മൾ ചെയ്യുന്നു. ഇതുപോലെ തന്നെ വൈയുടെയും ഇസഡിന്റെ ഒക്കെ നമ്മൾ ചെയ്യാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 8 + 1 - 4. അടുത്ത വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? 7 + 2 - 3 എന്ന് വരും. ആൻഡ് നമ്മുടെ ഇസഡ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 3 + 3 - 3 എന്ന് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിയുടെയും എയുടെയും ആൾക്കാരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ആൻഡ് ബിയുടെ ആളെ കോർഡിനേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാടാ? മൈനസ് ചെയ്ത് കളയാം. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫൈനൽ എന്താ കിട്ടുക? ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 6 3 ആണ് നമ്മുടെ ഡിയുടെ കോർഡിനേറ്റ്സ് എന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഡി എന്താണ് നമുക്ക് കിട്ടി? 5 6 3 ആണെന്ന് കിട്ടി. ഇനി അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 8th ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, 9th ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി റിലേഷൻസ് ആർ പോസിബിൾ ഫ്രം എ ടു ബി? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് എന്നാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കുക? എയിൽ നിന്ന് ബിയിലേക്കുള്ള നമ്പർ ഓഫ് റിലേഷൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം 2 raised to number of A into number of elements in B അല്ലെ? number of elements of A into number of elements of B. നമുക്കറിയാം എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് മക്കളെ? 3 elements ഉണ്ട്. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടടാ? 6 elements ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 2 raised to 3 into 6 ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 2 raised to 18 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 2 raised to 18 റിലേഷൻസ് ആണ് എയിൽ നിന്ന് ബിയിലേക്ക് പോസിബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് കിട്ടും കേട്ടോ. മിസ് വേഗം പറഞ്ഞു പോകും. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ച് തന്നെ എഴുതിയൊക്കെ എടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നതാ? നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. അതിന് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. R is equal to XY such that X എന്ന് പറയുന്നത് എയിൽ എലമെന്റ്സ് ആയിരിക്കണം ആൻഡ് Y എന്ന് പറയുന്നത് ബിയിൽ എലമെന്റ്സ് ആയിരിക്കണം. കണ്ടീഷൻ എന്താ? എക്സും വൈയും മൈനസ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം കിട്ടേണ്ടത്. അതായത് അതിന്റെ മീനിങ് എന്താ? ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട കാര്യം ഇതാടാ, എക്സും വൈയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അതാണ് നമ്മുടെ കണ്ടീഷൻ കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്ന 2 നമ്പേഴ്സ് ആണ് നമുക്ക് എന്താണ് നമ്മുടെ സെറ്റ് ആയിട്ട് നമ്മുടെ റിലേഷൻ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. R is equal to നമുക്ക് ആദ്യത്തെ സെറ്റ് എന്ത് എഴുതാം? 1 1 എന്ന് പറയുന്ന സെറ്റ് എടുക്കാലോടാ. എടുത്തൂടെ? 1 - 1 ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. 0 എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ ആണ്. 0 എന്ന് പറയുന്നത് എല്ലാവരും മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ 0 എന്ന് പറയുന്നത് ഇവിടുത്തെ മൾട്ടിപ്പിൾ ആണ്. സോ 1 1 നമ്മൾ ആദ്യം തന്നെ എഴുതുന്നു. ഇനി അടുത്തത് നമുക്ക് എന്ത് എഴുതാം? 1 4നെ എടുത്തുകൂടെടാ. 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന 4നെ എടുത്തുകൂടെ? കാരണം എന്താ? 1ഉം 4ഉം മൈനസ് ചെയ്താൽ നമുക്ക് 3 കിട്ടും, അല്ലെങ്കിൽ -3 കിട്ടും. ഇതെന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് 1 4 ഇതിലെ ഒരു എലമെന്റ് ആണെന്ന് പറയാം. ഇനി അടുത്തത് 2 2 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? 2 - 2 0 ആണ്. അപ്പൊ അതും നമുക്ക് എടുക്കാം. ഇനി 2 വെച്ചിട്ട് അടുത്ത് ഏതെടുക്കാം? 2ഉം 5ഉം എടുക്കാം അല്ലെ? കാരണം എന്തുവാ? 2ഉം 5ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടുന്നുണ്ട്. 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 2ഉം 5ഉം നമുക്ക് ഇവിടെ എടുക്കാം. ഇനി അടുത്ത് ഏതെടുക്കാടാ? 3ഉം 3ഉം എടുക്കാം അല്ലെ? കാരണം എന്താ? 3 - 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 0 വരുന്നുണ്ട്. ഇനി അടുത്ത് ഏതെടുക്കാം? 3ഉം 6ഉം എടുക്കാം അല്ലെ? അതായത് ഫസ്റ്റ് സെറ്റിൽ നമുക്ക് 1 2 3 മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ സെക്കൻഡ് സെറ്റിൽ നിന്ന് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു റിലേഷനിൽ ഉള്ളത് എന്ന് നമുക്ക് കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താടാ? തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? R എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ആണോ?
ഒന്ന് നോക്കിയടാ ഫംഗ്ഷൻ ആകുമോ? കാരണം എന്താ നോക്കിക്കേ, ഫംഗ്ഷൻ ആകില്ല. കാരണം എന്താ, ഇവിടെ നോക്കി 1 എന്ന് പറയുന്നതിന്റെ ഇമേജ് ഇവിടെ 1 ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും 1ന്റെ ഇമേജ് 4. അതായത് 1 എന്ന് പറയുന്ന ഒരു ഒറ്റ എലമെന്റിന് 2 ഇമേജ് ആണ് വരുന്നത്. പക്ഷെ ഫംഗ്ഷന്റെ കേസിൽ അത് പോസിബിൾ ആണോ? അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റിനും യുണീക്ക് ആയിട്ടുള്ള ഇമേജേ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് വന്നു? 2 ഇമേജ് വന്നു. അതിൽ 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2വിനും എന്തുണ്ട്? 2 2ലേക്കും ഉണ്ട്, 2 5ലേക്കും ഉണ്ട്. 2വിനും എന്തുണ്ട്? 2 ഇമേജസ് ഉണ്ട്. അപ്പൊ അങ്ങനെ 2 ഇമേജ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇവിടെ എന്ത് പോസിബിൾ അല്ലടാ, ഇതൊരു ഫംഗ്ഷൻ ആകുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ അല്ലേ. നമുക്ക് എന്ത് പറയാം? നമുക്ക് എന്ത് പറയാം? 1 ഹാസ് 2 ഇമേജസ് അല്ലെ. 1 എന്ന് പറയുന്നതിന് 2 ഇമേജ് ഉണ്ട്. സോ R is not a function. R is not a function എന്ന് നമുക്ക് പറയാം അല്ലെ. R എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആകില്ല. അതിനുള്ള റീസൺ ആണ് മിസ് പറയുന്നത് 1ന് 2 ഇമേജ് ഉണ്ട്, അതുപോലെ 2ന് 2 ഇമേജ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും റീസൺ ആയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാടാം. 10th ക്വസ്റ്റ്യൻ ആണേ. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് സോൾവ് 5x - 10 ≤ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താ മക്കളെ? അതിൽ അൺനോൺ ആയിട്ടിരിക്കുന്ന അറിയാത്ത ആളെ, അതായത് എക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ്? 5x - 10 ≤ 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ മിസ് എന്ത് ചെയ്യാണത്? ഈ 10നെ -10നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അത് എന്തായിട്ട് മാറും? +10 ആയിട്ട് മാറും അല്ലെ. +10 ആയിട്ട് മാറും. സോ 5 + 10 = 15 എന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റൈറ്റ് സൈഡ് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എക്സിനെയാണ് വേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 5നെ കൂടി ഇതേ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ 5നെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്തായിരുന്നു? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു 5. അപ്പൊ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറൂടാ? ഡിവിഷൻ ആയിട്ട് മാറും. സോ x is <= 15/5 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് x <= 15/5 എത്രയാണ്? 3 ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3യോ 3യിൽ ചെറുതോ ആയിട്ടുള്ള നമ്പർ ആണ് എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്താ? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിനുള്ള പോസിബിലിറ്റീസ് എന്താ? എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ആൻഡ് എക്സിന് എന്താ? 3നേക്കാളും ചെറുതോ അല്ലെങ്കിൽ 3 വരെയോ വരാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പർ ആയിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്? 1 വരാം, 2 വരാം, 3 വരാം. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂസ് ആയിട്ട് വരാവുന്ന ഏതാണ്? 1, 2, 3 ആണ്. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ, നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് അടുത്തൊരു ഇനിക്വാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതാണ്? അതെ, ഈ പറഞ്ഞിരിക്കുന്ന ഇനിക്വാലിറ്റിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിസ് അതിനൊന്ന് എടുത്ത് എഴുതാടാം. എന്താണ് നോക്കട്ടെ കേട്ടോ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 3 × 2x + 1 is greater than 8x + 11. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ കേട്ടോ. അപ്പൊ ഒന്ന് ആദ്യം തന്നെ മിസ് എടുത്ത് എഴുതുവാണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? 3 × 2x + 1 is greater than എന്താണ്? 8x + 11. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ സോൾവ് ചെയ്യണം. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ മിസ് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6x + 3 is greater than 8x + 11 എന്ന് നമുക്ക് കിട്ടും. ഇനി എക്സിന്റെ ടേംസിനെയൊക്കെ നമ്മൾ ഒരേ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമുക്ക് എന്താ വരിക? 6x - 8x is greater than 11 - 3 നമുക്ക് കിട്ടും അല്ലെ. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസിനെയൊക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് എക്സിന്റെ ടേംസിനെയൊക്കെ നമ്മൾ മറ്റൊരു സൈഡിലേക്കും കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? ഇനി 6xൽ നിന്ന് 8xനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ എത്രയായിരിക്കും ഇവിടെ വരിക? -2x നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ -2x is greater than 11 - 3. അത് എത്രയാണ്? 8 ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ what is x? എക്സ് എന്തായിരിക്കും? നമ്മൾ ആദ്യം തന്നെ ഇതിനെ മൈനസിനെ കളയാനായിട്ട് ഒന്ന് എല്ലാവരും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിമ്പൽ എന്തായിട്ട് മാറൂടാ? നേരെ തിരിയും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? ലെസ് ദാൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 2x എന്ന് പറയുന്നത് is less than 8 നമുക്ക് കിട്ടി. 8 അല്ല, എന്താണ്? -8 ആണ്. നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താവും മക്കളെ? -8 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് എക്സിനെ വേണം. എക്സ് is less than നമുക്ക് എന്ത് കിട്ടും? 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി അല്ലെ. നമുക്ക് എന്താ കിട്ടുക? -8/2 എന്ന് കിട്ടും. അത് എത്രയാണ്? -4 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് is less than -4 ആണ്. അപ്പൊ എക്സ് എന്തായിരിക്കണം? -4നേക്കാളും ചെറിയ ആളായിരിക്കണം എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സൊല്യൂഷനെ ഒന്ന് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്പർ ലൈൻ മിസ് വരയ്ക്കുകയാണ്. നമുക്കറിയുമ്പോൾ 0, 0,
സോ ഒന്നുകൂടി വരക്കാം. ഇവിടെ 0 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, -3 ഉണ്ട് ആൻഡ് -4 ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. -∞ എന്ന് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ, ഇത് +∞ എന്ന് നമുക്ക് എഴുതാം അല്ലെ. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്താടാ, -4നേക്കാൾ ചെറിയ നമ്പർ ആണ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ -4നേക്കാൾ ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ എക്സിനുള്ള പോസിബിലിറ്റി എന്താ, -4 ആകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, -4ന്റെ അവിടെ ഒരു ഹോൾ ഇട്ട് വെക്കുന്നു. ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ഏത് ഭാഗം വേണമെങ്കിലും എന്തിനാവാം, നമ്മുടെ എക്സിന് ആകാം. -4 ആകാൻ പറ്റില്ല, അതിൽ താഴെയുള്ള ആർക്ക് വേണമെങ്കിലും എക്സ് ആകാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ പോകുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കേട്ടോ. അപ്പൊ മിസ് വേഗം അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. നോക്കിക്കോ, 11th ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, അതൊരു യൂണിറ്റ് സർക്കിൾ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് അത് ഒറിജിനിൽ വരുന്ന ഒരു സർക്കിൾ ആണ്. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെയുണ്ട്. അതിന്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത് 0.6ഉം 0.8ഉം ആണ്. ആൻഡ് ഒരു ആംഗിൾ കൂടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ആംഗിൾ POQ അല്ലെ. POQ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്നും AOP എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ X ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് write the values of sin x and cos x. sin x ന്റെയും cos x ന്റെയും വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. sin x ന്റെയും cos x ന്റെയും വാല്യൂസ് നമുക്കറിയാം. നമ്മുടെ എന്താണ് ഈ ഒരു കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, r cos θ r sin θ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പൊ ഇവിടെ sin θ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ sin x എന്ന് പറയുന്നത് എന്തായിരിക്കും, 0.8 ആയിരിക്കും. ആൻഡ് cos x എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, 0.6 ആയിരിക്കും. അപ്പൊ നമുക്ക് വേഗം തന്നെ എഴുതാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് വരിക, sin x എന്ന് പറയുന്നത് 0.8ഉം അതുപോലെ cos x എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 0.6ഉം ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് sin 2x വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാനാണ്. എന്താണ് sin 2x? ഓക്കെ, sin 2x എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം sin 2x നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക, ഇക്വേഷൻ ഉണ്ടല്ലോ, 2 into sin x cos x ആണ് നമുക്കറിയാം അല്ലെ. 2 into sin x into cos x ആണ് sin 2x എന്ന് പറയുന്നത്. അപ്പൊ this is equal to 2 into sin x എത്രയാടാ, 0.8 ആണ്. cos x എത്രയാടാ, 0.6 ആണ്. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 0.96 ആണ്. അപ്പൊ നിങ്ങളൊന്ന് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ, നമുക്ക് ആൻസർ വരിക 0.96 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് Q. ക്യൂവിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയടാ, നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരാളാണ് Q. അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും മക്കളെ, നമുക്ക് അറിയാലോടാ. ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, നമുക്കറിയാം. ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, പിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് അല്ലെ -0.6ഉം അതുപോലെ -0.8ഉം ആയിരിക്കും നമ്മുടെ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 11th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി വേഗം നമ്മുടെ 12th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് കുറച്ച് ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്, 4, 5, 6, 7. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി, ഹൗ മെനി 3-digit number can be formed using the above digits without repetition of digits. Okay, digits ഒന്നും റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് എത്ര 3-digit നമ്പർ ഈ പറയുന്ന ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം മിസ് ഇവിടെ വരച്ച് കാണിക്കാടാ. നമുക്കൊരു 3-digit നമ്പർ ആണ് വേണ്ടത് അല്ലെ. 3 ഡിജിറ്റുകളാണ്, 3 പ്ലേസുകളാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു 3-digit നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 4 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 4 ഡിജിറ്റ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു 3-digit നമ്പർ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പ്ലേസിൽ മിസ്സിന് എത്ര പേരെ വെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്? വേണമെങ്കിൽ 4നെ വെക്കാം, അല്ലെങ്കിൽ 5നെ വെക്കാം, അല്ലെങ്കിൽ 6നെ വെക്കാം, 7നെ വെക്കാം. ഇവരിൽ ആരെ വേണമെങ്കിലും വെക്കാം അല്ലെ. അപ്പൊ അവിടെ 4 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പൊ മിസ് അവിടെ എഴുതാണ് 4 പോസിബിലിറ്റീസ് ആണ് ഫസ്റ്റ് പ്ലേസ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇനി സെക്കൻഡ് പ്ലേസിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു റിപ്പിറ്റേഷൻ അലൗഡ് അല്ല, വിത്തൗട്ട് റെപ്പിറ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ ആരെയെങ്കിലും വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അയാളെ സെക്കൻഡ് പ്ലേസിൽ എടുക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് എത്ര പോസിബിലിറ്റീസ് വരും സെക്കൻഡ് പ്ലേസിലേക്ക്? ടോട്ടൽ 4 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം നമ്മൾ ഇവിടെ വെച്ചു. ബാക്കി എത്ര വരൂടാ? 3 പോസിബിലിറ്റീസേ നമുക്ക് എവിടെ വരത്തുള്ളൂ? ഈ ഒരു നടുക്ക് അല്ലെ, നമ്മുടെ മിഡിൽ ടേം ആയിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് ടേം ആയിട്ടോ, ഇവിടെ ഒരാളെ വെച്ചു, ഇവിടെയും ഒരാളെ വെച്ചു. അപ്പൊ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 പോസിബിലിറ്റീസ് മാത്രമേ നമ്മുടെ ഇവിടെ വരാനായിട്ട്
ഉള്ളൂ. അപ്പൊ ടോട്ടൽ നമ്മുടെ പോസിബിലിറ്റി കണ്ടുപിടിക്കാൻ അല്ലെ, ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ 4 × 3 × 2 നമ്മൾ ചെയ്യും അല്ലെ, 4 ഫാക്ടോറിയൽ. അപ്പൊ എത്ര നമുക്ക് കിട്ടുക? 4 × 3 × 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 24 നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ 24 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് ഈ നമ്പേഴ്സ് വെച്ചിട്ട്, ഈ ഡിജിറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയടാ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പർ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്കറിയാം ഒരു നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ നമ്പറിന്റെ ഡിജിറ്റ് സം, ഓക്കെ, ഡിജിറ്റുകളെല്ലാം തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം എന്നറിയോടാം? 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അതായത് ഇപ്പോൾ 15 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്രയിലൂടെ അതിൽ ഡിജിറ്റുകൾ കൂട്ടുക അല്ലെ, ഡിജിറ്റ്സിന്റെ സം എടുക്കുക. ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ? ഇവിടെ 1 ഉണ്ട്, 5 ഉണ്ട്. ഇവരെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 6 കിട്ടുന്നുണ്ട്. 6 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം 15ഉം 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിജിറ്റ് സം എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 ഡിജിറ്റ് നമ്പറിനെയാണ് നമുക്ക് വേണ്ടത്. അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണമെങ്കിൽ ഈ 3 പേരെ, ഈ 3 ഡിജിറ്റുകളെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആണോ കിട്ടുന്നത്? നോക്കി, നമുക്കിപ്പോ മിസ് ഇപ്പോ ഏതെടുക്കാണെന്ന് അറിയോടാ? 4, 5, 6 എടുക്കുന്നു. 4, 5, 6 എന്ന് പറയുന്ന നമ്പേഴ്സിന് എടുക്കുന്നു. ഇപ്പൊ ഇവരെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 + 5 എത്രയാണ്? 9 ആണ്. 9 + 6 15 ആണ്. 15 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് പറയാം ഇവരെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി വേറെ പോസിബിലിറ്റീസ് ഉണ്ടോടാ? വേറെ പോസിബിലിറ്റി ഉണ്ടോ? എന്താണ് വേറെ പോസിബിലിറ്റി? നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം. ഇവരൊന്ന് ആഡ് ചെയ്ത് നോക്കി. 5 + 6 എത്ര വരും? 11. 11 + 7 എത്ര വരും? 18. 18 എന്ന് പറയുന്നത് എന്താ? 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ 5, 6, 7 വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും എന്തായിരിക്കും മക്കളെ? നമ്മുടെ എന്തായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 നമ്പേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. 3 ഫാക്ടോറിയൽ ആണെന്ന് അറിയാം. 3 ഫാക്ടോറിയൽ എന്താ? 3 × 2 × 1 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതുപോലെ തന്നെ 5, 6, 7 നമുക്ക് പല രീതിയിൽ മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ നമ്പേഴ്സ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ അതിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? 3 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് മീൻസ് 3 × 2 × 1 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ പോസിബിലിറ്റി അല്ലെ, ടോട്ടൽ എത്ര 3ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട് എന്ന് നമുക്ക് വേണം. അതായത് അത് എത്രയായിരിക്കും വരിക? അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 6 + 6 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. 6 + 6 ദാറ്റ്സ് ഈക്വൽ ടു 12 എന്ന നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ടോട്ടൽ എത്രയാണ്? 12 എണ്ണമാണ് നമുക്ക്. എന്ത്? 12 ഡിജിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 12 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് നോക്കിയടാ? 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിച്ച് ആർ എബവ് 600 repetition of digits are allowed. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വേണ്ടത് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് 600നേക്കാൾ എബോവിൽ വരുന്ന അല്ലെ, മുകളിൽ വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അവിടെ ഡിജിറ്റ്സ് അലൗഡ് ആണ്, റെപ്പിറ്റേഷൻ അലൗഡ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ 600നേക്കാളും വലിയ എത്ര ടേംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡിജിറ്റ്സ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാടാ? 3 ഡിജിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. 600നേക്കാൾ വലുതാകണം നമ്മുടെ നമ്പർ എങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ആരെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ? 6നെയോ അല്ലെങ്കിൽ 7നെയോ മാത്രമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. 4നെയോ 5നെയോ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 600നേക്കാളും ചെറിയ നമ്പർ ആയി പോവില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ആകെ 2 പോസിബിലിറ്റീസ് ഉള്ളൂ. ഏതൊക്കെയാണ്? 6ഉം 7ഉം. അപ്പൊ നമുക്ക് ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. 2 മിസ് എഴുതി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെപ്പിറ്റേഷൻ അലൗഡ് ആണ്. അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ആളെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വീണ്ടും വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരാളെ വെച്ചു. ഇനി
ഇവിടെ വെക്കാനായിട്ട് അപ്പൊ എത്ര പോസിബിലിറ്റി ഉണ്ട്? എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പേരിൽ ആരെ വേണമെങ്കിലും എനിക്ക് വെച്ചൂടെ? ഇവിടെ വെച്ച ആളെയും എനിക്ക് വെക്കാം. കാരണം എന്താ? റെപ്പിറ്റേഷൻ അലൗഡ് ആണ്. അപ്പൊ എത്ര പോസിബിലിറ്റീസ് ആണ് നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്? 4 പോസിബിലിറ്റി. അതുപോലെ തന്നെ തേർഡ് പൊസിഷൻ നോക്കിയാലും റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ആൾക്കാർ ഇവിടെയും വെക്കാം. ടോട്ടൽ 4 പേരുണ്ട്. അവരിൽ ആരെ വേണമെങ്കിലും എനിക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. അപ്പൊ 4 വന്നു. അപ്പൊ ടോട്ടൽ പോസിബിലിറ്റീസ് അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടൂടാ? 2 × 4 × 4 എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? 32 എന്ന നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ 32 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. എന്താ? 600-നേക്കാൾ വലുതായിട്ട് വരുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയടാ. കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to x less than or equal to 1 x greater than 1. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാടാ? നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കുന്നു, വൈ ആക്സിസ് ആദ്യം വരച്ചു, പിന്നെ നമ്മൾ എക്സ് ആക്സിസും വരച്ചു കേട്ടോ. 2 ആക്സിസ് വരച്ചു. നമുക്ക് വേണ്ട ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയടാ. എക്സ് എന്ന് പറയുന്നത് 1-നേക്കാളും ചെറുതോ 1 വരുന്ന രീതിയിൽ എല്ലായ്പ്പോഴും നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക? എക്സ് തന്നെയായിരിക്കും. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് 1/2 എടുത്ത് മിസ്. എക്സ് എന്ന് പറയുന്നത് 1/2 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ f of x എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇനി എക്സ് എന്ന് പറയുന്നത് 0 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? f of x എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ 1-നേലും ചെറിയ അല്ലെ താഴെയുള്ള 1-ന്റെ താഴെയുള്ള ഏത് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം നമ്പർ തന്നെയായിരിക്കും. അപ്പൊ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം അല്ലെ. 1-നെ ഒന്ന് മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട് അല്ലെ. അപ്പൊ 1 എടുക്കുമ്പോൾ എക്സ് 1 എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? എക്സിന് മിസ് 1 കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരികടാ? എക്സിന് 1 കൊടുക്കുമ്പോൾ എന്റെ വാല്യൂ എന്തായിട്ട് മാറും? എക്സ് 1 ആവുമ്പോൾ എക്സ് തന്നെയാണ് വാല്യൂ അല്ലെ. എക്സ് 1 ആവുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പൊ മിസ് അവിടെ മാർക്ക് ഇട്ടു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയടാ. എക്സിന് താഴെയുള്ള ഒരു നമ്പർ മിസ് എടുത്തു. ഇപ്പൊ 1/2 മിസ് എടുക്കാണേ. ഇപ്പൊ 1/2 എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വാല്യൂ എന്ത് തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത്? 1/2 തന്നെയായിരിക്കും. ഇനി എക്സിന് 0 എടുത്താൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0 തന്നെയാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? 0 എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വരയ്ക്കാം അല്ലെ. ഇത് ഇങ്ങനെ ചേർത്ത് നമ്മുടെ ഇവിടെയും വരെയും പോയിന്റ് വന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയടാ. എക്സിന് 1-നേക്കാൾ വലിയ ഏത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷന്റെ വാല്യൂവിന് മാറ്റമില്ല. അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1 ആയിട്ട് നിൽക്കും. എന്താണ്? എക്സിന് നമ്മൾ ഏത് വാല്യൂ, ഇപ്പൊ 2 കൊടുത്തോട്ടെ, അത് എവിടെ വരെ വരുള്ളൂ? 1 വരെ വരുള്ളൂ. 3 കൊടുത്തോട്ടെ, അതിന്റെ ആൻസർ എന്താ? 1 വരെ വരുള്ളൂ. അപ്പൊ എക്സിന് 1-നേക്കാൾ വലിയ ഏത് വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ വാല്യൂ അല്ലെ f of x എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കുള്ളൂ? 1 ആയിട്ടേ നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരൂടാ? ഇങ്ങനെ നേരെ സ്ട്രേറ്റ് ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മുടെ 1-ലൂടെ പോകുന്ന ഒരു ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. റേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക? ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇമേജ് എന്താണ് എന്നുള്ളതാണ് അല്ലെ. ഇമേജ് എന്ന് പറയുന്നത് എന്താ വരിക? ഇവിടെ 1 വരുന്നുണ്ട് അല്ലെ. എക്സിനേക്കാളും വലിയ നമ്പേഴ്സ് കൊടുത്തു 1-നേക്കാളും വലിയ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഇമേജ് എപ്പോഴും 1 ആയിരിക്കും. പിന്നെ എന്താ സംഭവിക്കുക? 1-നേക്കാൾ ചെറിയ നമ്പർ കൊടുക്കുമ്പോൾ താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? -∞ മുതൽ 1 വരെയാണ് നമ്മുടെ എന്ത് വരാവുന്നത്? ഇതിന്റെ റേഞ്ച് വരാവുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടിയടാ? -∞ to 1 ഇൻക്ലൂഡഡ് ആണ് അല്ലെ. 1 എന്ന് പറയുന്നത് ഒരു ഇമേജ് ആണ് ഇതിന്റെ അല്ലെ. റേഞ്ച് ആണ്. അപ്പൊ റേഞ്ചിൽ വരുന്ന ആളാണ് 1. അപ്പൊ അതുകൊണ്ട് മിസ് അവിടെ എന്ത് ചെയ്തു? ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുത്തു. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന മക്കളെ? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടടാ? ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 1 f of x കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ലിമിറ്റ് x ടെൻഡ്സ് ടു 1 f of x നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം, റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം. അവർ രണ്ടുപേരും ഈക്വൽ ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. അതെന്താ വരിക? ലിമിറ്റ് x ടെൻഡ്സ് ടു 1 - f of x എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 1 - f of x എന്ന് പറയുന്നത് എന്താടാ? 1-നേക്കാളും ചെറുതാവുന്ന സമയത്ത് നമ്മുടെ f of x എന്തായിട്ടാ വരുന്നത്? x ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ x എന്ന് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. എക്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നു? 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും ഇവിടെ കിട്ടുക? ലിമിറ്റ് x ടെൻഡ്സ് ടു
1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്തായിട്ടും വരും മക്കളെ? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടടാ. എക്സ് എന്ന് പറയുന്നത് 1നേക്കാളും വലിയ വാല്യൂസ് എടുത്ത് കഴിയുമ്പോൾ 1ന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്തായിട്ട് വരിക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എന്തായിരിക്കും കിട്ടാടാ? എഫ് ഓഫ് എക്സിന് പകരം 1 കൊടുക്കുക. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1 നമുക്ക് കിട്ടും. അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സോ അത് 1 തന്നെയായിട്ട് നിൽക്കും. അപ്പൊ നോക്കി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് എന്താണെന്ന് കിട്ടിയടാ? ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കും? ഈ 1നോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14th ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ബാഗിൽ 10 യെല്ലോ ബോൾസും, ഓക്കെ ബോൾസിന്റെ കാര്യമല്ലടാ, ബോൾസിന്റെ കാര്യമാണ്. 10 യെല്ലോ ബോൾസും 7 ഗ്രീൻ ബോൾസും 6 വൈറ്റ് ബോൾസും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഹൗ മെനി വേസ് 3 balls can be selected. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഇവരിൽ നിന്ന്, ഈ ബാഗിൽ നിന്ന് 3 ബോൾസിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കോമ്പിനേഷൻ ആണ് വരേണ്ടത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. സെലക്ഷൻ എന്ന് പറയുമ്പോൾ കോമ്പിനേഷനും, അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സെയിം കളർ, ഈ 3 ബോൾസ് എന്ന് പറയുന്നത് സെയിം കളർ ആകാനുള്ള പോസിബിലിറ്റി അല്ലെ, ആകാനുള്ള പോസിബിലിറ്റീസ് എത്രയുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ സെയിം കളർ എന്ന് പറയുമ്പോൾ യെല്ലോ എന്ന് പറയുന്നത് 10 എണ്ണമാണുള്ളത് അല്ലെ. അതിൽ നിന്ന് 3 യെല്ലോ ആവാനുള്ള പോസിബിലിറ്റി അല്ലെ. 10 എണ്ണത്തിൽ നിന്ന് 3 സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി അത് എത്രയാണ്? 10C3 ആണ്. ഇനി അതുപോലെ തന്നെ 7 ഗ്രീൻ ഉണ്ട് അല്ലെ. അപ്പൊ ഗ്രീനിന് തന്നെ 3 സെലക്ട് ചെയ്യാം നമുക്ക്. അതെന്താണ്? 7C3 ആണ്. അതുപോലെ 6 വൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? 3 ബോളിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ 6C3 നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ എത്ര പോസിബിലിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാവരെയും കൂടി ഒന്ന് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10C3 is 120, 7C3 എന്ന് പറയുന്നത് 35 ആണ്, ആൻഡ് 6C3 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 175 വേസ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എത്രയാണ്? 175 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കണം അല്ലെ. അതായത് യെല്ലോയിൽ നിന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഒരെണ്ണം യെല്ലോ, ഒരെണ്ണം എന്താണ് ഗ്രീൻ, അതുപോലെ ഒരെണ്ണം വൈറ്റ്. അതാണ് നമ്മുടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതെങ്ങനെ നമ്മൾ എഴുതും? ആൻഡ് ആണ് അവിടെ വരുന്നത് അല്ലെ. ആൻഡ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും വരിക കേട്ടോ. ഒരെണ്ണം യെല്ലോ ആൻഡ് 1 ഗ്രീൻ ആൻഡ് 1 വൈറ്റ്, അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അതിനൊക്കെ എങ്ങനെ എഴുതാം? 10 യെല്ലോസിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 10C1 ഇൻറ്റു, ആൻഡ് ആണ്, ഇൻറ്റു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. 7 ഗ്രീനിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 7C1 ഇൻറ്റു, അടുത്തത് 6 വൈറ്റ് ബോൾസ് ആണ് ഉള്ളത്. അപ്പൊ 6ൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 6C1. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക എന്താണെന്നറിയോ? 10 ഇൻറ്റു 7 ഇൻറ്റു 6 ദാറ്റ്സ് ഈക്വൽ ടു 420 വേസ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ. 420 വേസ് ആണ് ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു നമ്മുടെ 14th ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വേഗം തന്നെ നമ്മൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാടാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യന് എലിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൺസിഡർ ആൻ എലിപ്സ് വിത്ത് ഫുസൈ +or-60 ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 6, 5. ഓക്കെ, നമുക്കൊരു എലിപ്സ് തന്നിട്ടുണ്ട്. അപ്പൊ എലിപ്സ് ഒന്ന് ജസ്റ്റ് അതൊന്ന് വരച്ച് കാണിക്കാം. നമുക്കൊരു എലിപ്സ് ഉണ്ട്. ഓക്കെ, ഈ എലിപ്സ് എന്ന് പറയുന്നത് P എന്ന് പറയുന്ന ഒരു പോയിന്റ് മിസ് എടുക്കുന്നു. ആ പോയിന്റ് ഏതാണ്? 6, 5 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മിസ് P ആയിട്ട് എടുത്തു. ഓക്കെ, ആൻഡ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്, ഫോസൈ എന്ന് പറയുന്നത് എത്രയാണ്? +or-60 ആണ് അല്ലെ. അപ്പൊ അത് ഏതാണ് നമ്മുടെ ഫോക്കസ് വരിക? 60 എന്ന് പറയുന്നതും വരും. അതുപോലെ തന്നെ ഫോസൈ അടുത്തത് നമ്മുടെ -60 എന്ന് പറയുന്നത് വരും അല്ലെ. 2 ഫോസൈസ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതിനെ മിസ് A എന്നും വിളിച്ചു, അതുപോലെ ഇതിനെ മിസ് B എന്നും വിളിക്കുകയാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താടാ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഓക്കെ, ഇതിന്റെ മേജർ ആക്സിസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ മേജർ ആക്സിസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് മക്കളെ. മിസ് ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണേ. ഇതിനൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടടാ. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് നമുക്ക് ഫോസൈസ് ഉണ്ട് എങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഫോക്കസിലേക്കും സെക്കൻഡ് ഫോക്കസിലേക്കും ഉള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമ്മുടെ മേജർ ആക്സിസ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം കേട്ടോ. അതായത് Pയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസോ പ്ലസ് Pയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേജർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് അല്ലെ, മേജർ ആക്സിസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് PA +
PB എന്ന് പറയുന്നതാണ് നമ്മുടെ മേജർ ആക്സിസ് 2A എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇനി PA, Pയിൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാടാ? P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് അല്ലെ. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 6 - 6 the whole square plus 5 - 0 the whole square എന്ന PA കിട്ടും കേട്ടോ. PA. ഓക്കെ, പിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് PA. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. പ്ലസ് PB എന്ന് പറയുമ്പോൾ പിയും ബിയും തമ്മിലുള്ളതാണ്. P എന്ന് പറയുന്നത് എന്താണ്? 6 5 ആണ്. B എന്ന് പറയുന്നത് എന്താണ്? 6 0 ആണ്. അത് രണ്ടും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 - 6 the whole square plus 5 - 0 the whole square എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 2A. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടാം മക്കളെ 13 + 5 is equal to 2A എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മേജർ ആക്സിസ് 2A എന്ന് പറയുന്നതാണ് നമ്മുടെ മേജർ ആക്സിസ് അല്ലെ. മേജർ ആക്സിസ് 2A is equal to 13 + 5 എത്രയാടാ? 18 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ, മേജർ ആക്സിസ് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താണ് മക്കളെ ചോദിച്ചിരിക്കുന്നതാടാ? സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് മൈനർ ആക്സിസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അതിനും നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, C² is equal to A² - B². C എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ആണ് അല്ലെ. ഇപ്പൊ ഫോക്കസ് ഇസ് ഈക്വൽ ടു, ഫോക്കസിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? A² - B². B എന്താണ്? ഹാഫ് ഓഫ് ദ മൈനർ ആക്സിസ് ആണ് കേട്ടോ. അപ്പോൾ 2B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് B നെ കണ്ടുപിടിക്കാലോ. A നമുക്കറിയാം, C അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? B നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? B നെ മിസ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ B² is equal to A² - C² നമുക്ക് എഴുതാം. A², 2A എന്ന് പറയുന്നതാണ് നമുക്ക് 18 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ A എന്തായിരിക്കും ഇവിടെ? 9 ആയിരിക്കും. അപ്പൊ 9² - 6² നമുക്ക് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? 9² 81 ആണ്, 6² 36 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 45 എന്ന B² കിട്ടി. അങ്ങനെയാണെങ്കിൽ B എന്തായിരിക്കും മക്കളെ? √45 ആയിരിക്കും. നമുക്ക് B ആണോ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ മൈനർ ആക്സിസിനെയാണ് നമുക്ക് വേണ്ടത്. മൈനർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? 2 × B ആണ്. ഓക്കെ, ഇപ്പൊ 2 × B നമുക്ക് വേണം. 2 × B is equal to നമുക്ക് എന്ത് വരും? 2 × √45 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മൈനർ ആക്സിസ് കേട്ടോ. മൈനർ ആക്സിസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2B. ഓക്കെ, കിട്ടിയല്ലോ. 2 × √45 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോടാ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. എലിപ്സിന്റെ ഇക്വേഷൻ കൂടി നമ്മളിവിടെ എഴുതാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ, എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് മിസ്റ്റേക്സ് അല്ല എഴുതി കാണിക്കാം. എലിപ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? x² / A² plus y² / B² is equal to 1 എന്ന് പറയുന്നതാണ്. A അറിയാം, നമുക്ക് B അറിയാം, രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x² / A² എന്ന് പറയുന്നത് 81 ആണ്, പ്ലസ് y² / B² എന്ന് പറയുമ്പോൾ 45 നമുക്ക് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോടാ, സെറ്റ് ആണല്ലോ. ഓക്കെ, നമ്മളിതേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം മിസ് പറഞ്ഞു പോവാണ്. സോ 16th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ദ ഫിഗർ ഗിവൺ ബിലോ ഷോസ് എ പോയിന്റ് C41 on a line and this point divides segment between the coordinate axis in the ratio 2:1. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. C എന്ന് പറയുന്ന പോയിന്റ് 41 ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ലൈനിനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് അറിയോ? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഇവിടെ എന്താണ് ഈ ഒരു ലൈനിന്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ A എന്ന് പറയുന്ന പോയിന്റും P എന്ന് പറയുന്ന പോയിന്റും മിസ് എടുക്കുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? A എന്ന് പറയുന്നത് എന്താടാ? എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ എന്തായിരിക്കും? y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി B എന്ന് പറയുന്നത് y ആക്സിസിൽ വരുന്ന പോയിന്റ് ആണ്. സോ അവിടെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ മിസ്സിന് എനെയും ബിനെ എങ്ങനെ എഴുതാം? A എന്ന് പറയുന്നതിന് മിസ് സംതിങ് എന്താണ്? ഒരു A0 എന്ന് എഴുതി. ആൻഡ് B എന്ന് പറയുന്നതിനെ 0B എന്ന് എഴുതി. ഓക്കെ, ഇനി A എന്ന് പറയുന്ന x1 ആണ്, ഇത് y1 ആണ്. രണ്ട് പോയിന്റ്സ് ആണല്ലോ. x2 y2 രണ്ട് പോയിന്റ്സ് കിട്ടി. x1 y1 x2 y2. ഓക്കെ, ഇനി ഇവരെ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു പോയിന്റ് ഏത് റേഷ്യോയിലാണ്? m:n. ദാറ്റ് ഇസ് ഈക്വൽ ടു 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. 41 എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? m × x2 plus n × x1 / m plus n. അടുത്ത കോർഡിനേറ്റ് എന്ത് വരും?
my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് അല്ലെ. ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എങ്കിൽ ആ പോയിന്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റും. 4-1 ആയിരുന്നു നമ്മുടെ പോയിന്റ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? x2 അറിയാം, x1 അറിയാം, y1 അറിയാം, y2 അറിയാം, m അറിയാം, n അറിയാം അല്ലെ. എല്ലാം കൊണ്ടുപോയി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 into 0 plus 2 into a divided by 3, 1 into b plus 2 into 0 divided by 3. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടും. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാടാ 4-1 is equal to 2a by 3m b by 3യും എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മുടെ എയും ബിയും ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ആരൊക്കെയുണ്ട്? സ്മോൾ എയും സ്മോൾ ബിയും ഉണ്ട്. അവരെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണെന്നറിയോ? ഈ കോർഡിനേറ്റ്സിനെ തമ്മിൽ എന്ത് ചെയ്യാം മക്കളെ? ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ കോർഡിനേറ്റ്സിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 4 is equal to എക്സ് കോർഡിനേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 4 is equal to 2a by 3 and y എന്താ 1 is equal to b by 3. അപ്പൊ ആദ്യത്തെ ഇതിൽ നിന്ന് നമുക്ക് എനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3നെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് 2 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യുക. a is equal to നമുക്ക് 6 എന്ന് കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി കേട്ടോടാ. b എന്ന് പറയുന്നത് 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 into 1 that is 3 ആണെന്ന് കിട്ടും. പേയും ബിയും നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. പേയും ബിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ y ഇന്റർസെപ്റ്റും x ഇന്റർസെപ്റ്റും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? x ഇന്റർസെപ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഇതിവിടെ എഴുതി കാണിക്കാം കേട്ടോ. x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താടാ? ഓക്കെ, എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് നമുക്കിപ്പോൾ കിട്ടിയത്? 6 ആണ്. എയിലാണ്. എന്താണ്? എ ആണ് നമ്മുടെ എക്സ് ആക്സിസിൽ വന്നിരിക്കുന്ന പോയിന്റ് അല്ലേ. ഓക്കെ, അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് 6 ആണെന്നും ആൻഡ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നും കിട്ടി മക്കളെ? 3 ആണെന്നും കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ അല്ലെ, ലൈനിന്റെ ഇക്വേഷൻ കൂടി നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എഴുതാനായിട്ട് പറയുമ്പോൾ നമുക്കറിയാം എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എക്സ് ബൈ 6 പ്ലസ് y by 3 equal to 1 എന്ന് എഴുതാം. ഇതിനൊന്ന് മിസ് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 കൊണ്ട് നമ്മൾ ഓവറോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? എക്സ് പ്ലസ് 2y is equal to 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാടാ? മിസ് ഇവിടെ എഴുതാം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2y മൈനസ് 6 is equal to 0. ഇതാണ് നമ്മുടെ ഇന്ന് പറയുന്നത് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ദ വാല്യൂ ഓഫ് sec square 2 മൈനസ് tan square 2 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്? sec square theta മൈനസ് tan square theta is എത്രയാടാ? 1 ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ എഴുതാം. നമ്മുടെ ആൻസർ എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയടാ. sec x-ന്റെ ഡൊമൈൻ എഴുതാനാണ് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതും നമുക്കറിയാം എന്താണ്? r മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തായിട്ട് വരിക മക്കളെ? നമ്മുടെ sec x-ന്റെ എന്തായിട്ട് വരികടാ? sec x-ന്റെ ഡൊമൈൻ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഡൊമൈൻ ഓഫ് sec x എന്ന് പറയുന്നത് r മൈനസ് 2n പ്ലസ് 1 പൈ ബൈ 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂഫ് ആണ് അല്ലെ. പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എ പാർട്ടിൽ എന്താ തന്നിരിക്കുന്നത്? tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x is equal to tan 3x മൈനസ് tan 2x മൈനസ് tan x. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ആദ്യം തന്നെ എ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. നമുക്ക് tan 3x എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാടാ? tan 2x പ്ലസ് എക്സ് എന്ന് എഴുതാം അല്ലെ. 3x എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇതിലിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് tan a പ്ലസ് ബി എന്ന് പറയുന്ന ഫോമുല ആയില്ല ഇത് അല്ലെ. tan a പ്ലസ് ബി എന്ന് പറയുന്ന ഫോമുല ആയല്ലോ. tan a പ്ലസ് ബിയുടെ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ്? tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a ഇൻറ്റു tan b. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്താ കിട്ടുക? tan a എന്ന് പറയുന്നത് ഇവിടെ 2x ആണ്. b എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? tan 2x പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan 2x ഇൻറ്റു tan x നമുക്ക് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ tan 3x-ന്റെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? tan 3x ഇൻറ്റു 1 മൈനസ് tan 2x ഇൻറ്റു tan x is equal to tan 2x പ്ലസ് tan x എന്ന് നമുക്ക് കിട്ടും. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? tan 3x മൈനസ് tan 2x ഇൻറ്റു tan x ഇൻറ്റു
tan 3x is equal to എന്ത് വരൂടാ tan 2x പ്ലസ് tan x നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, മിസ് സ്പീഡിൽ പറഞ്ഞു പോവാണ്, അപ്പൊ നിങ്ങൾ അതനുസരിച്ച് തന്നെ വേഗം വേഗം ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നടാ ഈ tan 3x മിസ് എന്ത് ചെയ്യാണെന്ന് അറിയോ? tan 3x നമ്മൾ എന്ത് ചെയ്യാണ്? tan 3x ഇവിടെ നിർത്തുന്നു. ഈ മൈനസ് ഓഫ് tan 2x ഇൻറ്റു tan x ഇൻറ്റു tan 3x നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഒരു സിംപ്ലിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. tan 3x മൈനസ് tan 2x അല്ലെ, നമ്മൾ റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു? എല്ലാം പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? tan 3x മൈനസ് tan 2x മൈനസ് tan x is equal to എന്ത് വരും? tan 2x ഇൻറ്റു tan 3x അല്ലെങ്കിൽ tan x ഇൻറ്റു tan 3x. ഓക്കെ, ഇതായിരുന്നില്ല നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അല്ലെ? ഈ സെയിം സാധനം അല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ഓർഡർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടപ്പുണ്ട്, പക്ഷേ എങ്കിൽ അത് പ്രശ്നമില്ല. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, 1 into 2 എന്ന് പറയുന്നതും 2 into 1 എന്ന് പറയുന്നതൊക്കെ സെയിം ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഓർഡർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ആക്കി എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇത് sin x-നോട് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടി മിസ് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യാണ്. എന്താണ്? cos 5x അല്ലെ, cos 5x മൈനസ് cos 7x ഡിവൈഡഡ് ബൈ 2 into sin 6x. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് അറിയൂടാ? cos a മൈനസ് cos b എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്താണ് ഇക്വേഷൻ? നമുക്കറിയാലോ, മൈനസ് 2 into sin a പ്ലസ് ബി ഇൻറ്റു sin a മൈനസ് ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 into sin 12x by 2 into sin മൈനസ് 2x by 2. വേറെ ഒന്നുമില്ലടാ, നമ്മൾ എന്താ ചെയ്യുന്നത്? cos a മൈനസ് cos b യുടെ ഇക്വേഷനിൽ ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും 2 into sin 6x എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? മൈനസ് 2 into sin 12x by 2 എന്ന് പറയുന്നത് 6x ആയിട്ട് മാറും. ആൻഡ് sin മൈനസ് 2x by 2 എന്ന് പറയുന്നത് മൈനസ് x ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 2 into sin 6x എന്ന് വരും അല്ലെ. ഇനി sin 6xും sin 6xും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി മൈനസ് 2 ഉണ്ട് അല്ലെ, 2നെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, 2നെയും കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബാക്കി ഇവിടെ എന്ത് വരും? ഒരു മൈനസ് ഉണ്ട്. ആൻഡ് സൈൻ ഓഫ് മൈനസ് x ഉണ്ട്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മൈനസ് സൈൻ തീറ്റയോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ഈ മൈനസ് മൈനസ് എന്തായിട്ട് മാറൂടാ? പ്ലസ് ആയിട്ട് മാറും. എന്ത് കിട്ടി നമുക്ക്? ആൻസർ സൈൻ എക്സ് എന്ന് കിട്ടി. ഇതായിരുന്നില്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? കണ്ടോ, സൈൻ എക്സിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ RHS നമുക്ക് കിട്ടി കേട്ടോ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ അടുത്ത പ്രൂഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാടാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവാലുവേറ്റ് ദ ഫോളോവിങ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലെ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നതിനെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം ഇല്ലേ. എന്തുകൊണ്ടാടാ? എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നതിനെ മിസ്സിന് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേടാ. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു എക്സ് മൈനസ് 2 ഉണ്ട്. തമ്മിൽ കട്ട് ചെയ്ത് പോയി. ജസ്റ്റ് നമ്മൾ ഇനി എന്ത് ചെയ്യാം? മുകളിൽ എക്സ് പ്ലസ് 2 മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ എക്സിന് പകരം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് പകരം 2 കൊടുക്കുക. ഫൈനൽ ആൻസർ എന്ത് വന്നു? 4 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി അടുത്തതിൽ എന്താ വരിക? നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സിന് 0 കൊടുത്തു കഴിയുമ്പോൾ എന്തായിട്ട് മാറൂടാ? കോസ് 0 അല്ലെ. നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് കോസ് 0 ആയിട്ട് മാറും. ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മക്കളെ? പൈ മൈനസ് 0 ആയിട്ട് മാറും. അതെന്താണ്? പൈ ആണ്. ഇനി കോസ് 0 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാടാ? 1 ആണ്. അപ്പോൾ 1/π എന്ന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഇനി അടുത്ത പാർട്ടിൽ, സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് അല്ലെ. ഫസ്റ്റ് വൺ ഡെറിവേറ്റീവ് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. d/dx ഓഫ്
2x plus 1. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡെറിവേറ്റീവ്? നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 into 1 അല്ലെ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. 2 into 1 പ്ലസ് കോൺസ്റ്റന്റ്, 1 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ നമുക്ക് എന്താ ആൻസർ വരിക? 2 എന്ന അതിന്റെ ഡെറിവേറ്റീവ് കിട്ടും. ഇനി രണ്ടാമത് നമ്മൾ ഇത്തിരി ചിന്തിക്കാനുള്ള കാര്യമാണ്. ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എന്താണ്? നമ്മൾ കോഷ്യൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x by x plus 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. എന്താണ് കോഷ്യൻ റൂൾ? നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്ന എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്, അതെന്താണ്? എക്സ് വരും, മൈനസ് എക്സ് ഇൻറ്റു, അതായത് എന്താ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക കേട്ടോ. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക, ഡെറിവേറ്റീവ് ഒക്കെ ഒന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്? നമുക്കറിയാം 1 ആണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഇനി മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, എക്സ് പ്ലസ് 1 എന്ന് മാത്രം അവിടെ എഴുതിയാൽ മതി. ഇനി മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 എന്താടാ? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 വരും. എക്സ് ഇൻറ്റു 1 നമുക്ക് കിട്ടും. എക്സ് ഇൻറ്റു 1 എന്താണ്? എക്സ് തന്നെയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു മൈനസ് എക്സും ഒരു പ്ലസ് എക്സും ആയിരുന്നു, അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ എൻ്റെ ഡെറിവേറ്റീവും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ഡേറ്റ് തന്നിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത് നോക്കിയടാ. ആദ്യം തന്നെ നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട് 5, 8, 3, 10, 11, 7, 6. ഓക്കെ, ഇതിൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം അതിന് നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഒന്ന് നമ്മൾ എഴുതുന്നു. അപ്പം അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? 3, 5, അതുപോലെ 6, 7, 8, 10, 11 എന്ന് നമുക്ക് കിട്ടും അല്ലെ. നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു, അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി മീഡിയൻ എന്താണ്? അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നടുവിൽ വരുന്ന ടേം ഏതാണോ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന മക്കളെ മീഡിയൻ. ഇവിടുത്തെ മീഡിയൻ ഏതാണ്? 7 ആണ്. അപ്പോൾ 7 ആണ് നമ്മുടെ മീഡിയൻ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേടാ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ ഡേറ്റ എടുക്കുക, ഓരോ ഒബ്സർവേഷൻസ് എടുക്കുക, അതിൽ നിന്ന് എന്താണ് നമ്മുടെ മീൻ ഡീവിയേഷൻ മീഡിയൻ മൈനസ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത്? മോഡുലസ് ഓഫ് 3 - 7 പ്ലസ് മോഡുലസ് ഓഫ് 5 - 7 പ്ലസ് എക്സെട്ര അല്ലേ, പ്ലസ് മോഡുലസ് ഓഫ് 11 - 7 അല്ലെ. ഇതുപോലെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? മീഡിയൻ മൈനസ് ചെയ്യുന്നു, മോഡുലസ് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? എത്ര പേരുണ്ട് ഇവര്? 7 പേരാണ് ഇവരുള്ളത് അല്ലെ. 7 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എത്ര വരൂടാ? നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ചെയ്യാം കേട്ടോ. 4 + 2 + 1 + 0 + 1 + 3 + 4 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ആൻഡ് ഡിനോമിനേറ്റർ 7 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 15/4 ആണ്. 7 ആണ് എന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്കൊരു ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അറിയാം, മിസ് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു ടേബിൾ വരയ്ക്കുന്നു. അതിൽ ആരൊക്കെ വേണോടാ? ക്ലാസ് വേണം, ഫ്രീക്വൻസീസ് FI വേണം, പിന്നെ XI വേണം. XI എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലാസിന്റെ മിഡിൽ ടേം അല്ലെ, മിഡിൽ വരുന്ന ആളാരാണ്, അതാണ് നമ്മുടെ XI എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് വേണം? FI × XI എന്ന് പറയുന്ന ഒരു കോളം വേണം. അതുപോലെ FI × XI - X bar the whole square എന്ന് പറയുന്ന ഒരു ടേമും വേണം, ഒരു കോളവും വേണം അല്ലെ. ഇത്രയും കോളംസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, XI എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ?
FI നമുക്ക് തന്നിട്ടുണ്ട്, ക്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ 2 കോളം എഴുതുക. XI നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് എടുക്കുക അല്ലെ, 0 to 10 എന്ന് പറയുന്ന ക്ലാസ് എടുക്കുക. അതിന്റെ മിഡിൽ ടേം അല്ലെ, മിഡിൽ വരുന്ന ആൾ ആരാണ്? 0 to 10 എന്ന് പറയുമ്പോൾ മിഡിൽ വരുന്ന ആരാ? 5 ആണ്. അതിന്റെ നടുവിൽ വരുന്നത് 5 ആണ്. അതുപോലെ 10, 20 എന്ന് പറയുമ്പോൾ നടുവിൽ വരുന്നത് 15. 20, 30 എന്ന് പറയുമ്പോൾ 25. അങ്ങനെ നമ്മൾ XIs കണ്ടുപിടിക്കുന്നു. XI കണ്ടുപിടിച്ചു, FI നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ FI into XI നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ അല്ലെ. അപ്പൊ 1 into 5 നമുക്ക് കിട്ടി. 7 into 15 105 എന്ന് കിട്ടി. അതുപോലെ ഓരോ FI XI മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ കണ്ടുപിടിക്കുക കേട്ടോ. ഇനി അടുത്ത കോളം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ വേണം? X ബാറിന് വേണം അല്ലെ. X ബാർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സം ഓഫ് അല്ലെ, സം ഓഫ് FI into XI ഡിവൈഡഡ് ബൈ സം ഓഫ് FI. സം ഓഫ് FI അതായത് FIകളെ എല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട് മക്കളെ? 36. ഇതാണ് സം ഓഫ് സിഗ്മ FI എന്ന് പറയുന്നത്. ഇനി സിഗ്മ FI XI എന്ന് പറയുമ്പോൾ FI XIകളെ എല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ അത് എത്രയാണ്? 1020 അല്ലോ, 1020 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവരെ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ X ബാർ എന്ന് പറയുന്നത് 28.3 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് നമ്മൾ X ബാറിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? FI into XI minus X bar the whole square എന്ന് കണ്ടുപിടിക്കാം കേട്ടോ. XI നമുക്കറിയാം, FI അറിയാം, X ബാറും അറിയാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഭാഗത്തും എന്ത് ചെയ്യുക? എല്ലാ നമ്പേഴ്സും കൊടുക്കുക, എന്താ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ടോട്ടലും കൂടി ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. എന്താണ്? സിഗ്മ FI of XI minus X bar the whole square എന്ന് പറയുന്ന സാധനം കൂടി ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലേ. ആ ഇക്വേഷനിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മിസ് ഇവിടെ എല്ലാം കാണിച്ചിട്ടുണ്ട്. സിഗ്മ അതെ കണ്ടോ, ഇത് കണ്ടോടോ. ഇതിന്റെ ഈ കോളത്തിന്റെ സമ്മാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് നമ്മളിവിടെ കൊടുത്തു. ആൻഡ് FIയുടെ സമ്മാണ് ഇതേ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക മക്കളെ? 10.27 എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. സോ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാടാം. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പോൾ 20th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമുക്കൊരു GP തന്നിട്ടുണ്ട്, അതിന്റെ ഫസ്റ്റ് ടേം 3 ആണെന്നും കോമൺ റേഷ്യോ 2 ആണെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ സിമ്പിൾ അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് 3 ടേംസ് കിട്ടാൻ ഫസ്റ്റ് ടേമിനെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും അല്ലെ. അപ്പൊ 3നെ കോമൺ റേഷ്യോ ഇവിടെ 2 ആണ്. അപ്പൊ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. വീണ്ടും 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് പോവുക? GP പോവുക. അപ്പൊ ഫസ്റ്റ് 3 ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? 3, 6, 12നെ എഴുതണം. ഓക്കെ. ഇനി നമ്മളോട് അടുത്തത് നമ്മുടെ B പാർട്ടിൽ, A ആയിരുന്നു ഇത്, B പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ടേം ഓഫ് ദ GP is 1536. ഓക്കെ, 1536 എന്ന് പറയുന്നത് ഏത് ടേം ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ടേം അല്ലെങ്കിൽ നമ്മൾ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു GPയുടെ A into R raised to n minus 1 ആണ്. അതാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 1536 എന്ന് തന്നിരിക്കുന്നത്. A എന്താണ്? ഫസ്റ്റ് ടേം ആണ്. R എന്ന് പറയുന്നത് എന്താണ്? കോമൺ റേഷ്യോ ആണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 into 2 raised to n minus 1 ആണ് നമുക്ക് 1536 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്നിനെയാണ് കണ്ടുപിടിക്കണം അല്ലെ. എത്രാമത്തെ ടേം ആണ് 1536 വരുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 raised to n minus 1 ഇവിടെ നിർത്തുന്നു. 3നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 512 നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയോടാ? 2 raised to n minus 1 is equal to 512. 512നെ നമുക്ക് എങ്ങനെ എഴുതാടാ? 2 raised to 9 എന്ന് എഴുതാനായിട്ട് പറ്റും മക്കളെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ബേസിൽ വരുന്ന ആൾക്കാർ സെയിം ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണൻസിന് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ n minus 1 is equal to 9 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് n is equal to നമുക്ക് എന്ത് കിട്ടൂടാ? 9 plus 1 that is 10 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ 10th ടേം ആണ് എന്ത് വരിക മക്കളെ? 1536 ആയിട്ട് വരിക. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ആ ഒരു ഭാഗത്തുണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. നോക്കി, ഫസ്റ്റ് സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP is 16. ഓക്കെ, ആദ്യത്തെ 3 ടേംസിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
16 അല്ലെ 16 കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 3 ടേംസിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം എടുത്തു കഴിഞ്ഞാൽ 128 കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ we want to find the first term and common ratio. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എഴുതാം കേട്ടോ. ഫസ്റ്റ് 3 ടേംസിന്റെ സമ്മ് നമുക്ക് 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടേം ഒരു GPയിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കറിയാം A ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താ? എയുടെ കൂടെ കോമൺ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്? AR ആണെന്ന് കിട്ടും. തേർഡ് ടേം എന്താ? AR² ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് 3 ടേംസിനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതിന് വേണമെങ്കിൽ മിസ്സിന് എന്ത് ചെയ്യാടാ? A എല്ലായിടത്തും കോമൺ ആണ് അല്ലേ? പെയിന് മിസ് ഒന്ന് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുന്നു. ബാക്കി എന്ത് വരും? 1 + R² is equal to 16 എന്ന് മിസ് ഒന്ന് ജസ്റ്റ് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിച്ചു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താ? നെക്സ്റ്റ് 3 ടേംസിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഏതൊക്കെയായിരിക്കും? A × R³ + A × R⁴ + A × R⁵. ഇത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 128 ആണ് തന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണെന്ന് അറിയോടാ? A × R³ ഇവിടെ കോമൺ ആണ് അല്ലേ? അപ്പൊ മിസ് അതിനെ പുറത്തെടുക്കാണ്. A × R³ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്തൊക്കെ വരും? 1 + അടുത്ത ടേമിൽ ആരുണ്ട്? R³ പോയി, Aയും പോയി. ബാക്കി അവിടെ ആരുണ്ടാവും? ഒരു R ഉണ്ടാവും. പ്ലസ് അടുത്തതിൽ ആര് വരും? R² വരും. ദിസ് ഇസ് ഈക്വൽ ടു 128. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഈ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാണ് കേട്ടോ. സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് AR³ × 1 + R + R² ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? A × 1 + R + R² ആണ്. ഇപ്പൊ ഇവിടെ നോക്കി 1 + R + R² ഇവിടെയും ഉണ്ട്, താഴെയും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിലൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്ത് വരും? ഇവിടെ A ഉണ്ട്, ഇവിടെയും A ഉണ്ട്. അപ്പൊ Aനെയും നമുക്ക് കട്ട് ചെയ്യാം. ഇത് എന്ന് പറയുന്നത് എന്താടാ? റൈറ്റ് സൈഡ് എന്താ? 128/16 അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഇതാണ്. R³ = 128/16 എത്രയാണ്? 8 ആണ്. അങ്ങനെയാണെങ്കിൽ R എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലെ? 2ന്റെ ക്യൂബാണ് 8 വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് R എന്താണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ GPയിലുള്ള ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മക്കളെ എന്ത് ചെയ്യാം? നമ്മുടെ മോഡൽ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. കാരണം നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ വേഗം വേഗം എല്ലാം ആൻസർ ചെയ്യണം. അപ്പോൾ മക്കളെ എല്ലാവരും എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് വേണം നമ്മുടെ ഫൈനൽ എക്സാമിനായിട്ട് പോകാനായിട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫൈനൽ എക്സാം എഴുതാൻ എല്ലാവരും മോഡൽ എക്സാമിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.